من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് കേരളീയ സമൂഹത്തിൽ ഗർഭചിത്രം വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് പോലും ഗർഭചിത്രം നടത്തുന്ന ഒരു പ്രവണത ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളിലും കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള ഇസ്ലാമിക വീക്ഷണം വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു എളിയ കാൽവെപ്പാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗർഭചിത്രം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ്, കുവൈത്ത് യൂണിവേഴ്സിറ്റി; ഡോക്ടർ മുജീബ് റഹ്മാൻ, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്; ഡോക്ടർ മുഹമ്മദ് കുട്ടി കണിയൻ, ബോൺ ആൻഡ് ജോയിന്റ് സ്പെഷ്യലിസ്റ്റ്; ഡോക്ടർ ഫദ്ലുർ റഹ്മാൻ ടി കെ, ആയുർവേദിക് ഫിസിഷ്യൻ. ആദ്യമായി നമുക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഹ്രസ്വമായ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِّنْ طِينٍ. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَّكِينٍ. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ഒരു ശിശുവിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നാം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ഗർഭാവസ്ഥയിലുള്ള ശിശുവിന് എപ്പോഴാണ് റൂഹ് നൽകപ്പെടുന്നത്? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ വാല, അമ്മാ ബഅദ്. ഗർഭസ്ഥ ശിശുവിന് റൂഹ് നൽകപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് പ്രാമാണികമായി മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ റൂഹിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അത് അള്ളാഹുവിന് മാത്രം അറിയുന്നൊരു സംഗതിയാണ്. ആത്മാവ് എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി.
അപ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വ്യത്യസ്ത ഹദീസുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവെ ആളുകൾക്കിടയിൽ ഈ വിഷയത്തിലുള്ള ധാരണ 4 മാസം ഒരു ഗർഭസ്ഥ ശിശുവിന് പ്രായമെത്തുമ്പോഴാണ് ആ കുഞ്ഞിന് റൂഹ് നൽകപ്പെടുന്നത് എന്നാണ് ധാരണയുള്ളത്. എന്നാൽ ആ ധാരണ വരുവാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك. നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് 40 ദിവസത്തിലാണ്. പിന്നീട് അത്ര തന്നെ അലക്കയായും അത്ര തന്നെ മുതകയായും നിങ്ങൾ രൂപപ്പെടുത്തപ്പെടുന്നു. അപ്പോൾ ഇതിൽ 40 ദിവസത്തിലാണ് നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിങ്ങൾ രൂപപ്പെടുത്തപ്പെടുന്നത് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അത്ര തന്നെ എന്ന പ്രയോഗം വന്നപ്പോൾ 40ഉം പിന്നീട് അതിനുശേഷം രണ്ടാമത്തെ ഘട്ടം മറ്റൊരു 40ഉം മൂന്നാമത്തെ ഘട്ടം മറ്റൊരു 40ഉം എന്ന നിലക്കാണ് ചില പണ്ഡിതന്മാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ 120 ദിവസം അഥവാ പിന്നെ 4 മാസം എന്നുള്ളത് അവരെടുത്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിൽ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുമ്പോൾ ഒരു പദം അതിലധികം വരുന്നുണ്ട്. ഇന്ന അഹദകും ലയുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ ثم يكون في ذلك علقة مثل ذلك. പിന്നീട് അതിൽ തന്നെ അത്ര തന്നെ അലക്കയായും അഥവാ 40 ദിവസത്തിൽ നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിങ്ങൾ രൂപപ്പെടുത്തപ്പെടുന്നു. പിന്നീട് അതിൽ തന്നെ അത്ര തന്നെ അലക്കയായും, വീണ്ടും പറയുമ്പോൾ പിന്നീട് അതിൽ തന്നെ അത്ര തന്നെ മുതകയായും എന്ന പ്രയോഗം കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ തന്നെ എന്ന പ്രയോഗം ആ 40ൽ തന്നെ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ്. അതായത് ഈ 3 ഘട്ടങ്ങളും ഈ 40 ദിവസങ്ങളിൽ അതെ, ഈ 3 ഘട്ടങ്ങളും സംഭവിക്കും. അഥവാ നുത്ഫ, അലക, മുദ്ഗ എന്നീ 3 ഘട്ടങ്ങളും സംഭവിക്കുന്നത് ഈ ഒരൊറ്റ 40 ദിവസത്തിൽ തന്നെയാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അതിൽ തന്നെ എന്ന പ്രയോഗം. ഈ ഹദീസ് ആകട്ടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൻ്റെ പൂർണ്ണ രൂപമായി ഈ ഹദീസിനെ നമുക്ക് എടുക്കാം. ഇനി ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹുദൈഫത്ത് ബിനുൽ അസ്യദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ്. ഹുദൈഫത്ത് ബിനുൽ അസ്യദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ മർറ ബിൻ നുത്ഫതി 42 ലൈല ബഅസ അല്ലാഹു ഇലൈഹ മലക്കൻ ഫസവ്വറഹ വഖലഖ സമഅഹ വബസറഹ വഇദാമഹ എന്ന് പറയുന്ന ഹദീസാണത്. അപ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഈ 40 ദിവസം ഈ ഭ്രൂണത്തിന് അഥവാ ഈ ഗർഭസ്ഥ ശിശുവിന് പ്രായമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ അയക്കുകയും ആ കുഞ്ഞിനെ രൂപപ്പെടുത്തുകയും ആ കുഞ്ഞിന് കേൾവി, കാഴ്ച ഇവയെല്ലാം നൽകുകയും ചെയ്യുന്നു എന്ന് ആ ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട അഥവാ ഭ്രൂണവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഹദീസുകളിലെല്ലാം ഈ സംഭവങ്ങൾ പറയുന്നുണ്ട്. അഥവാ റൂഹ് നൽകപ്പെടുന്ന അതേ സമയത്താണ് ലിംഗനിർണയം നടത്തപ്പെടുന്നത്. മലക്ക് ചോദിക്കും, ഐ റബ്ബി അദകറുൻ അം ഉൻസ, എൻ്റെ രക്ഷിതാവേ ഇത് ആണാണോ പെണ്ണാണോ എന്ന് മലക്ക് ചോദിക്കുകയും ആണാണെങ്കിൽ അള്ളാഹു ആണാണെന്ന് പറയുമ്പോൾ അത് ആണായി തീരുകയും പെണ്ണാണ് എന്ന് പറയുമ്പോൾ പെണ്ണായി തീരുകയും ചെയ്യുന്നു എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ മലക്കിനെ പറഞ്ഞയക്കുന്നത് ഈ 42ാമത്തെ ദിവസത്തിലാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലും വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടു. അപ്പോൾ അത് ഒരു തെളിവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ 3 ഘട്ടങ്ങളും അതേ 40ൽ തന്നെയാണ് സംഭവിക്കുന്നത് എന്നതിനുള്ള ഒരു തെളിവാണ്. വീണ്ടും ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചില ആളുകൾ വന്ന് ചോദിക്കുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അഥവാ 4 മാസം എന്ന് പറയാൻ വേണ്ടി പണ്ഡിതന്മാർ തെളിവുദ്ധരിച്ചത് ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി,
ഈ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സന്തുഷ്ടവാനാണോ അതല്ല വലിയ പ്രാരാബ്ധക്കാരനാണോ എന്നുള്ളത് അയാളുടെ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് അദ്ദേഹം പള്ളിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ അത് സത്യമാണോ എന്ന അത്ഭുതത്തോടു കൂടി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്ന് ചില ആളുകൾ ചോദിക്കും. ഈ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അവർക്ക് നൽകുന്ന മറുപടി വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മിറാറൻ ദാത അദദി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരുപാട് തവണ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാം, ഇന്ന നുത്ഫത ഇദാ വഖഅത് ഫിർ റഹിമി 40 ലൈല. ഒരു സിക്താണ്ഡം മാതാവിൻ്റെ ഉദരത്തിൽ വീണ് കഴിഞ്ഞതിന് ശേഷം 40 രാവുകൾ പിന്നിട്ടാൽ, 40 രാവുകൾ പിന്നിട്ടാൽ. അതിൽ തന്നെ അദ്ദേഹം പറയാം, വഖാല അസ്ഹാബി, എൻ്റെ മറ്റു സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ 45 ലൈല, അഥവാ 45 ദിവസം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40 ദിവസം 45 ദിവസം എന്നിങ്ങനെ 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയക്കും, ഫയുൻഫഖു ഫീഹി റൂഹ്, ആ ഭ്രൂണത്തിന് റൂഹ് നൽകപ്പെടുകയും ചെയ്യുന്നു. നമുക്കിവിടെയുള്ളത് ഈ 4 ഹദീസുകളാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഹദീസിൽ ആദ്യത്തെ 40 പിന്നീട് അത്ര തന്നെ അലക്കയായും എന്ന് പറയുന്ന ആ റിപ്പോർട്ടും, രണ്ടാമതായി നമുക്കുള്ളത് ആ 40 തന്നെയാണ് അത്ര തന്നെ അലക്കയായി മാറുന്നത് എന്ന് പറയുന്ന ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടും, അതേപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന സ്വഹീഹായ 2 റിപ്പോർട്ടുകളും. ഇതിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ച 40ാമത്തെ ദിവസത്തിൽ എന്നും ചില സ്വഹാബാക്കളുടെ അഭിപ്രായ പ്രകാരം 45ാമത്തെ ദിവസത്തിൽ എന്നും പറയപ്പെടുന്ന ആ റിപ്പോർട്ട്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ആ റിപ്പോർട്ട്, അതിനെ സംബന്ധിച്ച് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞത്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ചേർന്നുദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൻ്റെ ആ സ്ഥാനത്തേക്ക് വെക്കാൻ പറ്റി അത്രമാത്രം സ്ഥിരപ്പെട്ട ഹദീസാണ് അത് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഹദീസിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില വസ്തുതകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മലക്ക് അവിടെ വരികയും ആ ഭ്രൂണത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഫയദ്ഖുലു ഫയുസവ്വിറു ലഹു അദ്മഹു വലഹ്മഹു വദമഹു വശഅറഹു വബശറഹു വസംഅഹു വബസറഹു. അഥവാ ആ കുട്ടിയെ രൂപപ്പെടുത്തുന്നു. അത് നേരത്തെ നമ്മൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകളിലും അത്തരം ഇതിലുള്ള പല വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്നതായി കാണാം. അതേപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലും ഇത് പരാമർശിക്കപ്പെടുന്നതായി കാണാം. ഫയുസവ്വിറുഹ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് തുടർന്ന് പറയുന്നതായി കാണാം. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ രക്തം, ആ കുട്ടിയുടെ മാംസം, ആ കുട്ടിയുടെ അതുപോലെ തന്നെ എല്ലുകൾ, ആ കുട്ടിയുടെ തൊലി, ആ കുട്ടിയുടെ കേൾവി, കാഴ്ച, ഇവയെല്ലാം രൂപപ്പെടുത്തുമെന്ന് പറഞ്ഞതിന് ശേഷം ആ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, സുമ്മ യഖൂലു ഐ റബ്ബി അദകറുൻ അം ഉൻസ. അള്ളാഹുവെ, ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മലക്ക് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൂഹ് ഊതപ്പെടുന്ന സമയത്ത് തന്നെയാണ് ലിംഗനിർണയം നടത്തപ്പെടുന്നത് എന്ന് ഈ ഹദീസിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഫയഖ്ദില്ലാഹു ഇലൈഹി മാ യശാഉ വയക്തുബുൽ മലക്. അള്ളാഹു അത് ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് അള്ളാഹു വിധിക്കുകയും അത് ആ മലക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഹദീസിൻ്റെ അവസാനത്തിൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുമ്മ തുത്വാ തിൽക സ്വഹീഫ ഫലാ തമസ്സു ഇലാ യൗമിൽ ഖിയാമ. അങ്ങനെ ആ എഴുതപ്പെടുന്ന ഏട് അന്ന് അടച്ചു വെക്കപ്പെടുകയും പിന്നീട് ഖിയാമത്ത് നാൾ വരെ അതൊരിക്കലും തന്നെ തുറക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു, അതാരും സ്പർശിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിംഗനിർണയം നടത്തപ്പെടുന്നത് ഇതേ റൂഹ് നൽകുന്ന അതേ സന്ദർഭത്തിലാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്നും നമുക്ക് കിട്ടി. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ പഠനങ്ങളനുസരിച്ച് ആ 42ാമത്തെ ദിവസങ്ങളിലാണ് എന്നുള്ള അത് വെച്ച്, ആ ഫാക്റ്റ് വെച്ച്, ആ വസ്തുത വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേ സമയത്താണ് റൂഹ് നൽകപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഇസ്നതാനി വ അർബഊന ലൈല, 42ാമത്തെ ദിവസം എന്ന്
വളരെ വ്യക്തമായി തന്നെ ഹദീസിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 4 മാസം എന്നുള്ള അഭിപ്രായത്തെക്കാൾ കൂടുതൽ പ്രബലമായ അഭിപ്രായം ഈ 40 ദിവസം മുതൽ 45 വരെയുള്ള ദിവസമാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു വസ്തുത കൂടി എടുക്കാവുന്നതാണ്. കാരണം മുമ്പ് കാലത്ത് അവർക്ക് ഭ്രൂണത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ രൂപങ്ങൾ ദർശിക്കാനോ അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ അവർക്ക് മോണിറ്റർ ചെയ്യാനൊന്നുള്ള സംവിധാനം അവർക്കുണ്ടായിരുന്നില്ല. അതിനുള്ള സാങ്കേതിക വിദ്യകൾ അവർക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ സാങ്കേതിക വിദ്യകൾ വളർന്നപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നുത്തുഫ എന്ന് പറയുന്ന ഘട്ടം, അതിനുശേഷമാണ് അലക്ക എന്ന് പറയുന്ന അഥവാ അള്ളിപ്പിടിക്കുന്ന ഘട്ടം. നുത്തുഫ എന്ന് പറയുക സിക്താണ്ഡം, ഈ ബീജവും അണ്ടവും ചേർന്ന് സിക്താണ്ഡമായി മാറുന്ന ഘട്ടം. അതിനുശേഷം അലക്ക എന്ന് പറയുന്ന അള്ളിപ്പിടിക്കുന്ന ഘട്ടം, അതിനുശേഷം നുത്തുഫ എന്ന ഘട്ടം. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾക്ക് ശേഷമാണ് എല്ലുകൾ ഉണ്ടാകുന്നത്, കുട്ടിക്ക് എല്ലുകൾ ഉണ്ടാകുന്നത്, പിന്നീട് മാംസങ്ങൾ കൊണ്ട് ആ എല്ലുകൾ ആവരണം ചെയ്യപ്പെടുന്നത് എന്നെല്ലാം നമുക്കത് വീക്ഷിക്കാനുള്ള, ആ വസ്തുതകൾ വീക്ഷിക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഒരിക്കലും 4 മാസത്തിന് ശേഷമാണ് ഇവ സംഭവിക്കുന്നത് എന്ന് പറയുക ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 40 ദിവസം എന്ന് പറയുന്ന വസ്തുതയെ, അത് പ്രമാണം കൊണ്ട് വളരെ സ്ഥിരപ്പെട്ടതാണ്. മാത്രമല്ല ഹദീസുകൾ ജംഅ ചെയ്യുമ്പോഴും നമുക്ക് ആ വസ്തുത ലഭിക്കുന്നു. അതേപോലെ വൈദ്യശാസ്ത്രപരമായ വസ്തുതകൾ അതിനെ, ആ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗർഭസ്ഥ ശിശുവിൽ റൂഹ് നൽകപ്പെടുന്ന അതേ അവസരത്തിൽ തന്നെയാണ് അതിൻ്റെ ലിംഗനിർണയവും നടത്തപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കി. ഇനി വൈദ്യശാസ്ത്രത്തിൽ ഈ കാര്യം എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുക? ഈ ഹദീസിൻ്റെ ആശയത്തോട് അല്ലെങ്കിൽ ഹദീസുകളുടെ ആശയത്തോട് വളരെയധികം പൂർണ്ണമായും യോജിക്കുന്നതാണ് ആധുനിക ഭ്രൂണശാസ്ത്രം. കാരണം സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് ഈ SRY ജീൻ ആക്ടിവേറ്റ് ആവുന്നതോടുകൂടിയാണ്. അത് സംഭവിക്കുന്നത് 6ാമത്തെ ആഴ്ചയിൽ തന്നെയാണ് എന്ന് വളരെയധികം പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്ന 6ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ആകേണ്ട ഭ്രൂണം, അതേപോലെ പുരുഷനാകേണ്ട ഭ്രൂണം, ഇവ രണ്ടും ഈ 6 ആഴ്ചകൾക്ക് മുമ്പ് യാതൊരു വ്യത്യാസവും നമുക്കില്ല. 6 ആഴ്ചകൾക്ക് മുമ്പ് സ്ത്രീ അല്ലെങ്കിൽ ആൺ പെൺ ഭ്രൂണങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് നമുക്ക് സെക്സ് ഡിറ്റർമിൻ പറയാൻ പറ്റില്ല, വ്യത്യാസത്തിൽ കാണുന്നില്ല. ഈ 6ാമത്തെ ആഴ്ചയാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അതാണ് നേരത്തെ ഇപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഇദാ മറ ബിന്നുത്ഫതി 42 ലൈല, അതായത് 42 ദിവസം ഒരു ഭ്രൂണത്തിന്, അതിൻ്റെ 42 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ ബഅസ അല്ലാഹു ഇലൈഹ മലക്കൻ, അള്ളാഹു അതിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞേക്കും എന്ന് അതിൽ വളരെ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഒരു വസ്തുതയാണ്. ഈ 2 വസ്തുതകളും ചേർത്ത് വെക്കുമ്പോൾ ഒരു സപ്പോർട്ടീവായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രബലത ഇതിന് ലഭിക്കും. ഭ്രൂണശാസ്ത്രം ഒന്നുമാകാത്തൊരു കാലഘട്ടത്തിൽ ഭ്രൂണശാസ്ത്രത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത് 20ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും 7ാം നൂറ്റാണ്ടിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വഴി കൊണ്ടല്ലാതെ എങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രവാചകത്വത്തിന്റെ തെളിവായിട്ട് നമുക്ക് ബാക്കി വായിച്ചാണ്. ഡാർക്ക് ഏജ് എന്നൊക്കെ ആളുകൾ വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം വസ്തുതകൾ പറഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഒരു അത്ഭുതമാണ്. ഇതോടെ തന്നെ ഒപ്പം ചേർത്ത് അത് മാത്രമല്ല 7 ആഴ്ചയോടുകൂടെ നമുക്ക് എംബ്രിയോ എന്നുള്ളത് മാറി ഫീറ്റസിലോട്ട് മാറുന്നു. അതായത് മനുഷ്യ കുഞ്ഞിൻ്റെ രൂപം അതിന് കിട്ടുന്നു. നമുക്ക് 7 ആഴ്ചയിലൂടെ അത് നമുക്ക് ഒരു മനുഷ്യ കുഞ്ഞായിട്ട് നമുക്ക് അതിന്റെ സ്കാനിങ്ങിലൂടെ, അതായത് റൂഹ് ഊതപ്പെട്ടു, പിന്നെ ലിംഗനിർണയം നടത്തിയതിനു ശേഷം നടത്തപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഫീറ്റസ് ആയി. അത് എംബ്രിയോ എന്നുള്ളത് ഫീറ്റസിലോട്ട് മാറി, രൂപപ്പെടുത്തി എന്നുള്ള ഹദീസിന്റെ വാക്കിനെ അത് പൂർണ്ണമായിട്ട് ആ മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കുഞ്ഞിനെ രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ശരിക്കും അനുയോജ്യമാണ്, സംഭവിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരുപക്ഷെ ഏകദേശം 41ാമത്തെ ദിവസം ലഭിക്കുന്ന ചിത്രം, ഒരു ഭ്രൂണത്തിന്റെ 41ാമത്തെ ദിവസം ലഭിക്കുന്ന ചിത്രം, അതിനുശേഷം ഏകദേശം ഒരു 42-43 ഒക്കെ കഴിഞ്ഞതിന് ശേഷം 44ാമത്തെ ദിവസം ലഭിക്കുന്ന, അല്ലെങ്കിൽ 43ാമത്തെ ദിവസം തന്നെയൊക്കെ ലഭിക്കുന്ന ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ
ഈ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. അഥവാ ആ ശരിക്കും ആ കുട്ടിയുടെ കൈകൾ കാലുകളൊക്കെ കുറച്ച് രൂപപ്പെട്ടു വന്നു, ആ കുട്ടിയുടെ പിന്നെ ചെവി അതേപോലെ തന്നെ കേൾവി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ ഒരു തീർച്ചയായും ഒരു അത്ഭുതമാണ് അത്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഈ ഭ്രൂണത്തിൻ്റെ വളർച്ചയും അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ എല്ലുകൾ രൂപാന്തരപ്പെട്ടതിന് ശേഷമാണ് പേശികൾ രൂപപ്പെടുന്നത് എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് എന്ന നിലക്ക് താങ്കൾക്ക് ഇത് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ വചനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭ്രൂണത്തിൻ്റെ ആ 3 ഘട്ടങ്ങളെക്കുറിച്ച് നുത്ഫ, അലഖ, മുദ്ഗ എന്നുള്ള ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആധുനിക ഭ്രൂണശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് 9-ാമത്തെ ആഴ്ചയാണ് കാർട്ടിലേജും എല്ലുകളൊക്കെ രൂപപ്പെടുന്നത്. 10-ാമത്തെ ആഴ്ചയിലാണ് മസിലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഖുർആൻ സത്യമാണ്, ദൈവികമാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുത്തുക. നിരക്ഷനായ ഒരു പ്രവാചകനിലൂടെ 7-ാം നൂറ്റാണ്ടിൽ അവതരിച്ച ഖുർആൻ 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ അവസാനമായി മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങളെയാണ് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അവതരിച്ചുള്ളത്. പൂർണ്ണമായും വൈദ്യശാസ്ത്രം അംഗീകരിക്കും. ശരി, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞല്ലോ ഏതാണ്ട് 9-ാമത്തെ ആഴ്ച മുതൽ 10-ാമത്തെ ആഴ്ച എന്നുള്ള ആ സമയത്ത് കുട്ടിയുടെ എല്ലുകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഈ അലക്ക അതേപോലെ തന്നെ മുതുക എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലുകൾ രൂപപ്പെടുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അപ്പോൾ 9 ആഴ്ച ആകുന്നുള്ളൂ, 10 ആഴ്ച ആകുന്നുള്ളൂ, 9 ആഴ്ച അല്ലെങ്കിൽ 10 ആഴ്ച ആകുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ 4 മാസം എന്ന് പറയുന്ന അഭിപ്രായത്തിന് അവിടെ ഒരു പ്രസക്തി ഇല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ 40 ദിവസമാണ് റൂഹ് ലഭിക്കുന്നത്, അതല്ലെങ്കിൽ 4 മാസത്തിന് ശേഷമാണ് റൂഹ് ലഭിക്കുന്നത് എന്നുള്ള ഈ ചർച്ചയുടെ പ്രാധാന്യം എന്താ? അതായത് 40 ദിവസത്തിലാണോ 4 മാസത്തിലാണോ എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. ഈ കുഞ്ഞിന് റൂഹ് നൽകപ്പെടുമ്പോൾ ആ കുഞ്ഞ് ആത്മാവുള്ളൊരു മനുഷ്യനായി മാറുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കർമ്മശാസ്ത്രപരമായ നിയമങ്ങളുണ്ട്. അഥവാ ഈ 40 ദിവസത്തിന് ശേഷം ആണ് എന്ന് പറയുമ്പോൾ 40 ദിവസത്തിന് ശേഷം ആ കുഞ്ഞിനെ ആരെങ്കിലും കൊല ചെയ്യുകയോ വധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കഫാറത്തും ദിയയും ബാധകമാവും. അഥവാ പ്രായശ്ചിത്തവും ഉണ്ട്, നഷ്ടപരിഹാരവും ഉണ്ട്. എന്നാൽ റൂഹ് നൽകപ്പെടുന്നത് 4 മാസത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 4 മാസം അതിന് പ്രായമെത്തുമ്പോഴാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ 4 മാസത്തിൻ്റെ മുമ്പ് ഇത് ബാധകമാകുകയില്ല. അപ്പോൾ അവിടെയാണ് ഈ വിഷയം നിലനിൽക്കുന്നത്. ചുരുക്കത്തിൽ 40 ദിവസത്തിന്റെ 40 ദിവസത്തെക്കുറിച്ചുള്ള പ്രാധാന്യം വളരെ പ്രസക്തമാണ് എന്നർത്ഥം. അതെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന വിഷയം, ആ വിഷയത്തിന്റെ മർമ്മം തന്നെ നിലകൊള്ളുന്നത് എപ്പോഴാണ് ഈ കുഞ്ഞിന് റൂഹ് നൽകപ്പെടുന്നത് എന്ന ചർച്ചയാസ്പദമാക്കിയാണ്. കാരണം ആ റൂഹ് നൽകപ്പെട്ടതിന് ശേഷം ആ കുഞ്ഞ് നീക്കം ചെയ്യപ്പെടുന്നത് നിഷിദ്ധമാണെന്നതിൽ ഏകാഭിപ്രായമാണ്. റൂഹ് നൽകപ്പെട്ടതിന് ശേഷം കുഞ്ഞിനെ നീക്കം ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണെന്ന വിഷയത്തിൽ ഏകാഭിപ്രായമാണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. എന്നാൽ അതിനു മുമ്പ് നീക്കം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ട്. അവ റൂഹ് നൽകപ്പെടുന്നതിന് മുന്നേ ആ കുട്ടിക്കുണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത് സസ്യങ്ങളുടെ വളർച്ച പോലെയാണ്. അപ്പോൾ സസ്യങ്ങൾ വളരുന്നുണ്ട്, അവർക്ക് ജീവനുമുണ്ട്, പക്ഷേ അവക്കൊരിക്കലും റൂഹില്ല, ആത്മാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ചർച്ച അത്രയും പ്രാധാന്യമുള്ളതാകുന്നത്. നമ്മുടെ വിഷയമെല്ലാം അതിനെ കേന്ദ്രീകരിച്ചാണ് നിലകൊള്ളുന്നത്. നമ്മുടെ മർമ്മപ്രധാനമായ വിഷയം ഗർഭചിത്രമാണല്ലോ, അതായത് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇന്ന് ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഡോക്ടർമാരെ സമീപിക്കുന്നത് വളരെ വളരെ നിസ്സാരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇപ്പോൾ വീട്ടിൽ അതിനുള്ള സൗകര്യമല്ല, വീട്ടിൽ വേറെ ഗർഭിണികളുണ്ട്, ഭർത്താവിന് ജോലിയായിട്ടില്ല, അതുപോലെ ഉംറക്ക് പോകാൻ അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഭർത്താവ് ഗൾഫിലാണ്, അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സ് പോലും ആയിട്ടില്ല. ഇങ്ങനെയുള്ള ഓരോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആളുകൾ ഈ ഒരു ഇതിനു വേണ്ടി പോകുന്നത് എന്നാണ് ഭൂരിഭാഗം കണക്കും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ വിദഗ്ധ അഭിപ്രായം ഈ കാര്യത്തിൽ ഒന്ന് വിശദീകരിക്കാവുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടിൽ?
ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ OPD-കളിൽ കാണുന്നതാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലുള്ള കാരണങ്ങൾ പൊതുവായിട്ട് നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ഉടൻ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്ന കുറേ പേരുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ടായി അവിടെ എന്നതിനും വേണ്ടിയിട്ടൊക്കെ MTPക്ക് വരുന്ന കുറേ കപ്പിൾസിന് നമ്മളിതിൽ കാണാറുണ്ട്. പിന്നെ സ്പേസിങ് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും പൊതുവായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകൾ ആരും എൻ്റർടൈൻ ചെയ്യാറില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന വിരളവുമല്ല. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ആളുകൾ പൊതുവെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാരണങ്ങളിൽ ഇപ്പോൾ അതൊരു വസ്തുതയാണ്. എനിക്ക് അനുഭവത്തിൽ തന്നെ എന്നോടത് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അഥവാ ഹജ്ജിന് പോകാൻ വേണ്ടി നറുക്കെടുപ്പിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ നറുക്കെടുപ്പിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഹജ്ജിന് പോകാം എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഗർഭഛിദ്രം ചെയ്യുക. അപ്പോൾ അങ്ങനെ അഥവാ നമ്മളൊരിക്കലും ഇമാജിൻ ചെയ്യാത്ത അത്തരം റീസണുകൾക്ക് പോലും ആളുകൾ ചെയ്യുന്നുണ്ട്. അത്രയും നിസാരവൽക്കരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഗർഭഛിദ്രം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് അറിവില്ലായ്മയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, യുഖ്ബലുൽ ഇൽം, അറിവ് ഉയർത്തപ്പെടും, വയക്സുറുൽ ജഹൽ, അറിവില്ലായ്മ വർദ്ധിക്കും, വൽ ഫിതൻ വൽ ഹർജ്. റസൂലുള്ളാഹി പറയാ, അറിവ് ഉയർത്തപ്പെടുമ്പോൾ അറിവില്ലായ്മ വ്യാപിക്കും, ഫിത്ന വ്യാപിക്കും, വൽ ഹർജ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് കൊലപാതകത്തിന്, അഥവാ കൊലപാതകങ്ങൾ വർദ്ധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരിക്കലും തന്നെ ഈ ദുനിയാവ് നശിച്ചു പോകുകയില്ല. ഹത്താ യഅതി അലന്നാസി സമാനു, ആളുകൾക്കൊരു കാലഘട്ടം വരുന്നത് വരെ ഈ ദുനിയാവ് നശിച്ചു പോവുകയില്ല. ആ കാലഘട്ടത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതൽ, കൊന്നവൻ എന്തിനാണ് കൊന്നതെന്ന് അറിയില്ല. എന്നാൽ വലാ യദ്രിൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലപ്പെട്ടവന് താൻ എന്തിനാണോ കൊല്ലപ്പെട്ടത് എന്നും അറിയാത്തൊരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമതായ പ്രശ്നം ഒന്ന് ഈ കൊലപാതകമാണ് ഞാൻ ചെയ്യുന്നത് എന്ന അറിവില്ലായ്മ. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 4 മാസമാകുമ്പോഴാണ് റൂഹ് നൽകപ്പെടുന്നത് എന്നൊരു മിഥ്യാധാരണയുള്ളത് കൊണ്ട് ആ 4 മാസത്തിൻ്റെ മുമ്പേ ഞാൻ നീക്കം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഭ്രൂണത്തെ കൊല്ലുകയാണെങ്കിൽ അതൊരു കൊലപാതകമായി മാറുന്നില്ല എന്നൊരു മിഥ്യാധാരണ ഉള്ളത് ഇതിലൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയം കൊലപാതകത്തിൻ്റെ ഗൗരവം. ഇത് ചെയ്യുമ്പോൾ ഇത്രമാത്രം ഗൗരവമുള്ള വിഷയമാണോ എന്നറിവില്ലായ്മ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലൗ അന്ന അഹ്ലസ് സമാവാതി വൽ അർളി ഇഷ്തറകൂ ഫീ ദമി മുഅ്മിനിൻ ലഅകബ്ബഹുമുല്ലാഹു ഫിന്നാർ. അഥവാ ആകാശ ലോകത്തുള്ള സർവരും ഭൂമിയിലുള്ള സർവരും ഒരു വിശ്വാസിയുടെ രക്തത്തിൽ പങ്കുകാരാണെങ്കിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നത്, അഥവാ നരകത്തിലേക്ക് ആപതിപ്പിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. മാത്രമല്ല ഈ പ്രവാചകന്റെ ഹദീസുകളിൽ ഉടനീളം എടുത്തു നോക്കിയാൽ ഒരു ഹദീസിൽ പറയുന്നത് ഇപ്രകാരമാണ്, കുല്ലു ദംബിൻ അസല്ലാഹു അൻ യഗ്ഫിറഹു, എല്ലാ പാപവും അള്ളാഹു ഒരു അടിമക്ക് പുറത്തു കൊടുത്തേക്കാം 2 കാര്യങ്ങൾ ഒഴികെ. അതിൽ പറയാണ്, റജുലുൻ മാത മുശ്രിക്കൻ, ഒരു മനുഷ്യൻ മുശ്രിക്കായി മരിച്ചു, വറജുലുൻ ഖതല റജുലൻ മുതഅമ്മിദൻ, ഒരാൾ മറ്റൊരാളെ മനഃപൂർവ്വം വധിക്കുകയും ചെയ്തു. ഈ 2 കാരണങ്ങളല്ലാത്ത മറ്റെന്തും ദൈവം പുറത്തു കൊടുത്തേക്കാം എന്ന രൂപത്തിൽ വരെ സ്വഹീഹായ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ എടുത്തു നോക്കിയാൽ വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ആ വേർഡിങ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഗൗരവമുള്ള രൂപത്തിലാണ് അതിൽ പരാമർശിക്കുന്നത്. ഒരു വിശ്വാസിയെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ വധിക്കുകയാണെങ്കിൽ ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലം എന്നുള്ളത് നരകമാകുന്നു. ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹ, അതിലവൻ ശാശ്വതനായി കഴിയുന്നതാണ്. ഖാലിദൻ ഫീഹ വഗദിബല്ലാഹു അലൈഹി, അവന്റെ മേൽ അല്ലാഹു കോപിച്ചിരിക്കുന്നു. വലഅനഹ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുകയും ചെയ്തിരിക്കുന്നു. വഅദ്ദ ലഹു അദാബൻ അലീമ, മാത്രമല്ല അഥവാ കോപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. വഅദ്ദ ലഹു അദാബൻ അലീമ, അങ്ങേയറ്റം വേദനാജനകമായ ഒരു ശിക്ഷ അവന് വേണ്ടി കാത്തുവെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കൊലപാതകിക്ക് മനഃപൂർവ്വം ഒരു വിശ്വാസിയെ വധിക്കുക എന്നുള്ളതിന്
വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ശിക്ഷയാണിത്. അതുപോലെ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അവകാശത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ സൃഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കുക, മറ്റാരെയും അവനോട് പങ്കു ചേർക്കാതിരിക്കുക. ഇതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ അവകാശം, അഥവാ സൃഷ്ടാവിന് സൃഷ്ടികളിൽ നിന്നും ലഭിക്കേണ്ട അവകാശം. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവോടൊപ്പം മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ. എന്നിട്ട് അതിന് തൊട്ടു ശേഷം പറയുന്നത് വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, വലാ യഖ്തുലൂൻ, ഒരിക്കലും തന്നെ അവർ കൊല ചെയ്യുകയില്ല. അന്നഫ്സല്ലതി ഹറമല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയ ആത്മാവിനെ അവർ ഹനിക്കുകയില്ല. ഇല്ലാ ബിൽ ഹഖ്, ന്യായമായി ദൈവം ആ ഹനിക്കുവാൻ വേണ്ടി അവകാശം നൽകിയ, അനുവാദം നൽകിയ കാര്യങ്ങളിലല്ലാതെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ കൊലയാളിയാണ്, അയാൾക്കുള്ള ശിക്ഷയായി അയാളെ കൊല ചെയ്യുക എന്ന രൂപത്തിലുള്ള ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാവ് നൽകിയ ആ ആത്മാവിനെ ഹനിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞതിന് തൊട്ട് ശേഷം, അഥവാ ഏകദൈവ ആരാധനയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ തൊട്ട് ശേഷം പിന്നീട് സൂചിപ്പിക്കുന്നത് ഈ കൊലപാതകത്തെ സംബന്ധിച്ചാണ്. ഒരിക്കലും ആ കൊലപാതകം ചെയ്യാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ചാണ്. മാത്രമല്ല സത്യവിശ്വാസികൾ അപ്രകാരം ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ അവകാശം പറഞ്ഞതിന് തൊട്ട് ശേഷം ആ വിഷയം പറഞ്ഞത് അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നത്. ഒരു ഭ്രൂണത്തിന്റെ കൊലയുടെ ഗൗരവത്തെ ഭ്രൂണത്തിന്റെ എന്ന് മാത്രം, അത് പൊതുവെ അള്ളാഹു ആത്മാവ് നൽകിയതിന്, അഥവാ അള്ളാഹു റൂഹ് നൽകിയതിനെ ഹനിക്കുക എന്നുള്ളത് അത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭ്രൂണവും അതിൽ വരുന്നു. കാരണം ഏകദേശം 40 ദിവസത്തിന് ശേഷം ഭ്രൂണത്തിന് ആത്മാവ് നൽകപ്പെടുന്നു എന്നുള്ളത് മനുഷ്യനായി വിശദീകരിച്ചു. അപ്പൊ അവിടെ ആത്മാവുള്ള ഒരു മനുഷ്യനായി മാറി. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിൽ ഇതുപോലെ ഒരു പരാമർശമുണ്ടല്ലോ, മൻ ഖതല നഫ്സൻ എന്നുള്ള. അതെ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ. അഥവാ ഒരു ന്യായമായ കാരണങ്ങളിൽപ്പെട്ട ബിഗൈരി നഫ്സ്, ഒരാളെ വധിച്ചതിന് പകരമായി ഒരാളെ വധിക്കാം, അഥവാ വധശിക്ഷ അയാൾക്ക് നടപ്പാക്കാം. എന്നാൽ അതിനു വേണ്ടിയല്ലാതെ. അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, മറ്റുള്ള ആളുകളെ ജീവിക്കാൻ സമ്മതിക്കാതെ ഫസാദ് ഉണ്ടാക്കുക, ആ സന്ദർഭത്തിലും. അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങൾക്കല്ലാതെ ഒരാളെ ആരെങ്കിലും വധിക്കുകയാണെങ്കിൽ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണത് എന്ന് പ്രയോഗം. അവിടെ വീണ്ടും പറയുന്നത് ഒമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. എന്നാൽ ഒരു മനുഷ്യനെ ആരെങ്കിലും ജീവിപ്പിക്കുകയാണെങ്കിൽ അവൻ എല്ലാ മനുഷ്യകുലത്തെയും ജീവിപ്പിച്ചതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഡോക്ടറുടെ മുമ്പിലേക്ക് എനിക്ക് അബോർഷൻ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അബോർഷൻ വേണം എന്ന് പറഞ്ഞ് ഒരു കുടുംബം കടന്നു വരുമ്പോൾ ആ കുടുംബത്തിന് അബോർഷനിലേക്കാണ് ഡോക്ടർ നയിക്കുന്നതെങ്കിൽ ഡോക്ടർ ഈ പറഞ്ഞ ഡോക്ടർക്ക് ബാധകമാണല്ലോ. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതെ, ആ കുട്ടിയെ ഒന്നുകിൽ ആ മരണത്തിലേക്ക് തള്ളിവിടാം ആ ഡോക്ടർക്ക്, അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയെ ജീവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാതാപിതാക്കളുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അയാൾക്ക് സാധിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അതാണ്. അപ്രകാരം ഒരു മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കി ആ കുഞ്ഞിനെ ജീവിപ്പിക്കുന്നുവെങ്കിൽ മനുഷ്യകുലത്തെ തന്നെ ജീവിപ്പിച്ചതിന് പ്രതിഫലം തുല്യമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. എന്നാൽ അതേസമയം വധിക്കുകയാണെങ്കിലോ ഇത് അത്രയും വലിയ പാതകമായി മാറുകയും ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ പറയപ്പെട്ട ചില വിഷയങ്ങൾ എന്നുള്ളത്, ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവർക്ക് വ്യക്തമായ, വളരെ വ്യക്തം, സൂറത്തുൽ ഇസ്രായിൽ വളരെ വ്യക്തമായ മറുപടി അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, നിന്റെ രക്ഷിതാവ് ഓരോരുത്തർക്കും അവർക്കുള്ള ഉപജീവന മാർഗം കൃത്യമായി നിർണയിച്ചിരിക്കുന്നു. ചില ആളുകൾക്ക് വിശാലമാക്കി കൊടുക്കും, ചില ആളുകൾക്ക് കുറച്ച് കുടുസായി നൽകുകയും ചെയ്യും. അല്ലേ, ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, അവൻ്റെ അടിമകളെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാകുന്നു അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്ന ഒരു കാര്യം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, ഒരിക്കലും നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട്, ഈ കുഞ്ഞ് ജനിച്ചാൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ ആ കുഞ്ഞിനെ വളർത്താനുള്ള ഉപജീവന മാർഗ്ഗം എനിക്കില്ല
എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ഒരിക്കലും കൊല ചെയ്യാൻ പാടില്ല. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുകും വ ഇയ്യാഹും, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം ആകുന്നു, അവർക്കും ഭക്ഷണം നൽകുന്നത് നാം ആകുന്നു എന്ന് പറയുകയാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. അഥവാ അവരെ നിങ്ങൾ കൊല്ലുക എന്നുള്ളത് വളരെ വലിയൊരു പാതകമാണ്, അഥവാ കൊടും പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാന ഖിത്അൻ കബീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പം മക്കൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് കൊല്ലാൻ പാടില്ല, കാരണം ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൽ കുറച്ചുകൂടെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു നല്ല കാരണമായി തോന്നുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തോന്നാവുന്ന ഒരു കാര്യമാണ്, പിന്നെ മുലകുടി. ഇപ്പോൾ ഒരു കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതേസമയം പിന്നെ മറ്റൊരു കുട്ടി കൂടി ജനിച്ചാൽ ഈ കുട്ടിയുടെ മുലകുടി മുട്ടുമല്ലോ, ഞാൻ 2 വർഷം തികയുന്നതിൻ്റെ മുന്നേ മുലകുടി നിർത്തിയാൽ അതൊരു പാപമല്ലേ എന്നൊക്കെ കരുതിയിട്ട് നിർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 വർഷം മുല കൊടുക്കുക എന്നുള്ളത് പരിപൂർണമായി മുലകുടി കാലം പരിപൂർണമായി ആ കുട്ടിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഥവാ 2 വർഷം എനിക്ക് പൂർണ്ണമായി ആ കുട്ടിക്ക് കൊടുക്കണം, എന്നാൽ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായി 2 വർഷക്കാലം മാതാക്കൾ എന്ത് ചെയ്യട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കട്ടെ. ശേഷം പറയുന്നത് ലിമൻ അറാദ അയ്യുതിമ്മർ റളാഅ, ആരാണോ ആ മുലകുടി കാലഘട്ടം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരോട് പറഞ്ഞതാകുന്നു ഇത്. അപ്പോൾ അവിടെ കൃത്യമായി വിശദീകരിക്കുന്നത് ഫൈൻ അറാദ ഫിസാലൻ, ആ കുട്ടിക്ക് മുലകുടി മാറ്റി മറ്റു ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു രൂപത്തിലേക്ക്, അഥവാ മുലകുടി നിർത്തുന്നതിലേക്ക് എത്തിക്കണം, മുലകുടി നിർത്തണം എന്ന് ആ മാതാപിതാക്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻ തറാദി മിൻഹുമ, 2 പേരും തൃപ്തിപ്പെട്ടുകൊണ്ടും വ തശാവുരിൻ, 2 പേരും പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ടും അപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈഹിമ, അവർക്കതിൽ യാതൊരു തെറ്റുമില്ല. ഇനി വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, വ ഇൻ തആസർതും, ഇനി നിങ്ങൾക്ക് 2 പേർക്കും ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഫസതുർദിഉ ലഹു ഉഖ്റ, മറ്റൊരു സ്ത്രീ അവർക്ക് മുല കൊടുക്കട്ടെ. അപ്പോൾ ആ കുട്ടിക്ക് ആ സമയത്ത് പിന്നെ മുല കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റൊരു സ്ത്രീ ആ കുട്ടിക്ക് എന്ത് ചെയ്യട്ടെ, മുല കൊടുക്കട്ടെ. അപ്പോൾ അതും വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു. ഇനി അതല്ല, ഇവിടെ മറ്റൊരു സ്ത്രീ എന്നല്ല, അപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ മാർഗ്ഗങ്ങൾ അവലംബിക്കാം എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ലാക്ടോജൻ പോലെയുള്ള സംഗതികൾ കൊടുക്കാവുന്നതാണ്, അതിനുള്ള മുലപ്പാലിൻ്റെ അതേ ഗുണങ്ങൾ കിട്ടുന്ന രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും ഇതിനുള്ള ഒരു കാരണമല്ല, ഗർഭചിത്രത്തിനുള്ള ഒരു കാരണമല്ല. അതുപോലെ തന്നെ പറയപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് കുറച്ചൊരു നാൾ എനിക്ക് പിന്നെ ഒരു എന്താ പറയുക, ഒരു രസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇപ്പോൾ പുതിയ യുവാക്കളും യുവതികളൊക്കെ വിവാഹം കഴിക്കും, അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പൊതുവെ ഉണ്ട്. അതും യഥാർത്ഥത്തിൽ 2 തത്വങ്ങൾക്ക് എതിരാണ്. ഒന്ന്, അതിനു വേണ്ടി ഗർഭചിത്രം ചെയ്യുക എന്നുള്ളത് വലിയ പാപമാണ്, കൊടും പാപമാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കി. ഒരു കൊലപാതകം നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ രക്തത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ അറുകൊല ചെയ്യാണ് ഇതിൻ്റെ പേരിൽ. എനിക്ക് തോന്നുന്നു ഈ കൊലപാതകത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാകാം ഒരു പക്ഷേ ആ ഒരു ചിന്ത വന്നത്. മുസ്ലിം എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് അയാൾ ഗർഭചിത്രം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തത് കൊണ്ട് മാത്രം അയാളുടെ അവിടെ ഒരു വലിയ പാപം അയാൾ ചെയ്തു. ആ പാപം ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ആ പാപത്തിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ അയാൾക്ക് പ്രായശ്ചിത്തം അനിവാര്യമാണ്. മാത്രമല്ല നഷ്ടപരിഹാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്ര ദിവസത്തിന് ശേഷം ഗർഭചിത്രം ചെയ്യുന്ന സമയത്ത്, അഥവാ നേരത്തെ റൂഹ് നൽകപ്പെട്ടതിന് ശേഷം അഥവാ 40 ദിവസത്തിന് ശേഷം ഗർഭചിത്രം ചെയ്യുകയാണെങ്കിൽ അവിടെ കഫാറത്തും അനിവാര്യമാണ്. കഫാറത്ത് എന്ന് പറയുന്നത് പ്രായശ്ചിത്തം, അതുപോലെ തന്നെ ദിയ അഥവാ നഷ്ടപരിഹാരവും അനിവാര്യമായി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ രൂപത്തിലുള്ളതാണ്? ഈ വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്നുള്ള ആ സംഭവം, അഥവാ അന്ത്യദിനത്തിൽ വെച്ച് ചോദിക്കപ്പെടും
ഇങ്ങനെ അവിടെ വിചാരണ ചെയ്യപ്പെടും എന്നുള്ള വസ്തുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയപ്പോൾ ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വളരെ വിഷമത്തോടു കൂടി വരികയാണ്. കാരണം അദ്ദേഹം വലിയ പ്രമാണിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, വഅദ്തു സമാനിയ ബനാത്തിൻ ലി ഫിൽ ജാഹിലിയ, എൻ്റെ 8 പെൺമക്കളെ ഞാൻ ജാഹിലിയ കാലത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരിക, എനിക്കൊരു ഇതിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, എനിക്ക് പ്രായശ്ചിത്തം വല്ലതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരിക. അപ്പോൾ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി, അൻ കുല്ലി വാഹിദത്തിൻ മിൻഹുന്ന റഖബ, അതിൽ ഓരോ പെൺകുട്ടിക്കും പകരമായി നീ ഒരു അടിമയെ എന്ത് ചെയ്യണം, മോചിപ്പിക്കണം. അതാണ് പ്രായശ്ചിത്തമായി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ മനുഷ്യൻ പറയാ, ഇന്നി ലസാഹിബു ഇബിലിൻ, റസൂലെ എനിക്ക് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, എനിക്ക് ധാരാളം ഒട്ടകങ്ങളുള്ള നല്ല ഒരു പണക്കാരനാണ് ഞാൻ, ഒരു ധനാഢ്യനാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓരോ കുട്ടിക്കും പകരമായി ഓരോ ഒട്ടകത്തെയും നീ എന്ത് ചെയ്തേക്ക്, ദാനം ചെയ്തേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നിർദ്ദേശിക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. അറിവില്ലാത്ത സമയത്താണ് അദ്ദേഹം ചെയ്തത്, കാരണം ജാഹിലിയ കാലഘട്ടത്തിലാണ് പറയപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചെയ്തത് അതിനു പോലും കഫാറത്തുണ്ട്. അപ്പോൾ അറിവില്ലാതെയാണ് ഞാൻ ചെയ്തതെങ്കിൽ പോലും കഫാറത്ത് ബാധകമാണ് എന്നിവിടെ മനസ്സിലായി. രണ്ടാമത്തെ ഒരു കാര്യം, ഓരോ പെൺകുട്ടികൾക്കും പകരമായി ഓരോ അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് മക്കളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു അടിമയെ മോചിപ്പിച്ചാൽ പോരാ. അപ്പോൾ ഓരോ അടിമകളെയും ഓരോ മക്കൾക്കും പ്രായശ്ചിത്തമായി മോചിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വ്യക്തമാക്കി. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിമകൾ ലഭ്യമല്ല പ്രായശ്ചിത്തം. അപ്പോൾ അടിമകൾ ലഭ്യമല്ലാത്തടത്ത് ഷഹറൈനി മുത്തതാബിഐനി 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്. സ്ത്രീകൾക്കും ബാധകമാണ്. സ്ത്രീകൾക്കും ബാധകമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടയിൽ ഹൈദ് വരുമല്ലോ അവർക്ക്. ഇപ്പോൾ മുഹറമിൽ അവർ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുഹറം, സഫർ, പിന്നെ അവരിപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ ആ മുഹറത്തിൽ ഇപ്പോൾ 7 ദിവസം അവർക്ക് പോയി എന്ന് നമ്മൾ ഒരു സങ്കല്പം വെച്ചാൽ, അതേപോലെ സഫറിലും 7 ദിവസം പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം റബീഉൽ അവ്വലിൽ അവരെന്ത് ചെയ്യണം, ആ 14 ദിവസം തുടർച്ചയായി തന്നെ നോൽക്കണം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഖൈസ് ഇബ്നു ഹാസിമിന്റെ കഥ, അത് അദ്ദേഹത്തിന് അത് കഫാറത്ത് കൊടുക്കാൻ കൽപ്പിച്ചു. അത് എപ്രകാരമായിരുന്നു എന്ന് വെച്ചാൽ, അടിമകളെ 8 പെൺകുട്ടികൾക്കും ഓരോ അടിമകളെ വെച്ച് മോചിപ്പിക്കാനും അതുപോലെ തന്നെ ഒട്ടകം അതും കൊടുക്കാൻ, രണ്ടും കൂടെയാണോ കൽപ്പിച്ചത്? എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം. ഒട്ടകത്തെ നൽകുക എന്ന് പറഞ്ഞത് അദ്ദേഹം അങ്ങോട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, എനിക്കൊരുപാട് ഒട്ടകങ്ങളുണ്ട്, ഞാൻ അപ്പോൾ ആ ഒട്ടകങ്ങളെ ദാനം ചെയ്യട്ടെ എന്നർത്ഥത്തിൽ ചോദിച്ചപ്പോൾ ഓരോ മക്കൾക്ക് പകരമായി ഓരോ ഒട്ടകത്തെ കൊടുത്തേക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ കാണാം, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ആ തിന്മയിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ആ തിന്മ മായ്ക്കപ്പെടുവാൻ വേണ്ടി നന്മകൾ അധികരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ഒരു തിന്മ ചെയ്താൽ നീ ഒരു നന്മ ചെയ്യണം, ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയും എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ് ആ വിഷയത്തിലുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഫാറത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. കുഞ്ഞിനെ നമ്മളൊരു മയ്യത്തായി പരിഗണിക്കുകയും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ ഭാഗവാക്കാകാത്ത ആ കുഞ്ഞിൻ്റെ അനന്തരാവകാശികൾ, അഥവാ ആ മയ്യത്തിൻ്റെ അനന്തരാവകാശികൾ ആരാണോ അവർക്ക് 26.5 പവൻ അഥവാ 50 സ്വർണ്ണ നാണയം നഷ്ടപരിഹാരമായി ഇവർ നൽകേണ്ടതുണ്ട്. ഈ കൊലപാതകം ചെയ്ത ആളുകൾ, അത് ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ മാതാപിതാക്കളാണെങ്കിൽ, ഇതിൽ ആരൊക്കെ പങ്കുകാരാണോ അവർ ചേർന്നാണ് ഈ നഷ്ടപരിഹാരം നൽകേണ്ടത്. ഈ നഷ്ടപരിഹാരം അവർ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, അഥവാ ആർക്കാണോ ഈ നഷ്ടപരിഹാരം ലഭിക്കേണ്ടത് അവർ ഈ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഒഴിവാകുന്നതാണ്. നേരെ മറിച്ച് അല്ലാത്ത നിലക്ക് ആ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് കഫാറത്തും ഒന്ന് ദിയയും. പ്രായശ്ചിത്തമായി 2 മാസം നോമ്പെടുക്കുകയും അടുപ്പിച്ച് നോമ്പെടുക്കുകയും, ശാരീരികമായി നോമ്പെടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ മാത്രം അവർക്ക് 60 പേർക്ക് ഭക്ഷണം കൊടുക്കാം. അല്ലാത്തവർ 2 മാസം അടുപ്പിച്ച് നോമ്പെടുക്കണം. അതേപോലെ തന്നെ നഷ്ടപരിഹാരമായി 26.5 പവൻ നൽകുകയും വേണം. ഇവിടെ ഈ ഒരു ഗർഭഛിദ്രം എന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒന്നാമത്തെ പ്രതിയാവുന്ന യഥാർത്ഥത്തിൽ ഡോക്ടറാണല്ലോ. അപ്പോൾ ഡോക്ടറും ഇതിൽ ഈ പ്രായശ്ചിത്തത്തിൽ അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടാകുകയാണെങ്കിൽ അത്
പ്രായശ്ചിത്തമായി അദ്ദേഹം ഇതിൽ പങ്കാളിയാവണ്ടേ പ്രായശ്ചിത്തത്തിൽ? അഥവാ ഇതിലിപ്പോൾ ഡോക്ടറാണ് ഈ കർമ്മം ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സംഗതി നേരിട്ട് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഈ ഡോക്ടറെയാണ് ഒന്നാം പ്രതി എന്ന് നമ്മൾ പറയാം. ബാക്കിയുള്ളവർ അതിന് കൂടിയാലോചന നടത്തിയ കൂട്ടുപ്രതികളാണ്. അപ്പോൾ സ്വാഭാവികമായും ഡോക്ടറും പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അഥവാ 2 മാസം നോമ്പെടുക്കുക എന്നുള്ളത് അത് ഓരോ ആളുകളും ചെയ്യേണ്ട കാര്യമാണ്. അഥവാ ഇതിൽ പങ്കാളികളായ ഓരോ ആളുകളും 2 മാസം അടുപ്പിച്ച് നോമ്പെടുക്കണം, ഓരോ ആളുകളും. അപ്പോൾ കഫാറത്തുകൾ, പ്രായശ്ചിത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂല, ഷെയർ ചെയ്യൂല. എന്നാൽ നേരെ മറിച്ച് നഷ്ടപരിഹാരമാണ് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ ഈ പ്രായശ്ചിത്തം ഒരിക്കലും ഷെയർ ചെയ്യുന്നില്ല. കാരണം അൽ കഫാറത്തു ലാ തതജസ്സ. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇത് ഇത്രത്തോളം ഗൗരവമുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ റീസൺസും. ഇപ്പോൾ മറ്റ് സാധാരണക്കാരെല്ലാം പൊതുവെയുള്ള റീസൺ. പക്ഷെ മറ്റു ചില സന്ദർഭങ്ങളിലൊക്കെ അനിവാര്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫോർ എക്സാമ്പിൾ മെറ്റേണൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കോമൺ ആയിട്ട് മറ്റ് കാണുന്ന ഒന്ന് ജനറ്റിക് ഡിസോർഡർ പോലുള്ള, ഇപ്പോൾ ജന്മലായുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ, ജനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ കൺജനൈറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കുട്ടികളെ നീക്കം ചെയ്യാൻ ഡോക്ടർമാർ കൗൺസിൽ ചെയ്യാറുണ്ട്. കാരണം അത് ഫ്യൂച്ചറിൽ വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ ആണ് ഗർഭത്തിലിരിക്കുന്നത് എന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ പേരൻസിന് അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാറുണ്ട്. അതാണ് കൗൺസിലിംഗ്. അല്ല നീക്കം, കാരണം വെച്ചാൽ ഒരു ആരോഗ്യമില്ലാത്ത ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവാൻ, പിന്നെ അത് മാത്രമല്ല ഈ പാരൻസിന് അത് വലിയൊരു ബേർഡൻ ആവും എന്നുള്ളത് അതിൻ്റെ വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നേരത്തെ ഏർലി ജസ്റ്റേഷനിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഡോക്ടേഴ്സ് ഉത്തരവാദികളാവും ഈ പറഞ്ഞ ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിൽ കുറച്ച് വിശദീകരിച്ച് തന്നെ പറയേണ്ടതാണ്. 2 രൂപത്തിലുള്ള കാര്യങ്ങൾ. ഒന്ന്, കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അഥവാ ആ കുട്ടിയുടെ വളർച്ചക്കുറവ്, കുട്ടിയുടെ അംഗവൈകല്യം, കുട്ടിയുടെ രോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് ഈ പറഞ്ഞ ടെർമിനേഷൻ ചെയ്യാനുള്ള അനുവാദമില്ല. കാരണം ഈ കുട്ടിക്ക് സ്വാഭാവികമായും ഡോക്ടർ കണ്ടെത്തുകയാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഏതായാലും മരിക്കും കുട്ടി എന്നുണ്ടെങ്കിൽ. പക്ഷെ അതിനു മുമ്പ് ഒരിക്കലും ആ കുട്ടി മരിക്കുവാനുള്ള കുട്ടിയാണെങ്കിൽ പോലും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ആ കുട്ടിയെ മരിക്കാൻ വിടുക എന്നല്ലാതെ അത് മരിക്കാൻ പോകുന്ന കുട്ടിയാണ് എന്ന് മുൻകൂട്ടി കണ്ട് കൊല ചെയ്യുവാനുള്ള അധികാരം ആർക്കില്ല? ഡോക്ടർമാർക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് അംഗവൈകല്യം ഉള്ളത് കൊണ്ട് പലപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ്റെ ലോയുടെ ഉള്ളിൽ തന്നെ വരുന്നൊരു സംഗതിയാണല്ലോ. അപ്പോൾ അംഗവൈകല്യം ഉള്ളത് കൊണ്ട് ഒരു കുട്ടിക്ക് ജീവിക്കാൻ അധികാരമില്ല എന്ന അർത്ഥമില്ല. കാരണം ആ കുട്ടിക്ക് അവകാശമുണ്ട്. ആ കുട്ടിക്കും അംഗവൈകല്യമുള്ള കുട്ടികൾക്കും ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ 40 ഡേയ്സിന് ശേഷം ആത്മാവുള്ള ഒരു കുട്ടിയാണിത്. പിന്നെ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പൂർണ്ണമായി ആരോഗ്യവാനായ ഒരു കുട്ടി ജനിച്ചു എന്ന് കരുതുക. ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആ കുട്ടിക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആ കുട്ടിക്ക് സംഭവിച്ചിട്ട് ആ കുട്ടി ഒരു പക്ഷേ ജന്മന ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്ന അത്തരം അംഗവൈകല്യങ്ങളെക്കാൾ വലിയ അംഗവൈകല്യം ഒരു പക്ഷേ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജനിക്കുന്ന കുട്ടികൾക്ക് വരാം. അത് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളതിൽ ഈ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഈ കുട്ടി ഗർഭത്തിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ അതേപോലെ തന്നെ ഈ കുട്ടി മരണപ്പെടുന്നത് മാതാപിതാക്കൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ ഇംറഅത്തിൻ യമൂതു ലഹാ സലാസത്തുൻ മിനൽ വലദി ഇല്ലാ കാനു ഹിജാബൻ മിനൻ നാർ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 3 മക്കൾ മരണപ്പെടുകയാണെങ്കിൽ, 3 മക്കൾ അവർക്ക് മരണപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെ നരകത്തിൽ നിന്നുള്ള മറയാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മക്കളെ ആ നിശ്ചയിച്ച സമയത്ത് മരണപ്പെടുന്നതിന് മുമ്പ് കൊല ചെയ്യുന്ന ഒരു മാതാവിന് ഒരിക്കലും അത് ലഭിക്കില്ല.
അപ്പോൾ അതാണോ അതിലുള്ള ഒരു വിഷയം. രണ്ടാമത്തത്, ഈ ലോകത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടും എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. വലനബുലുവന്നക്കും, വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് തുടങ്ങുന്ന അങ്ങനെ. അവിടെ അറബിയിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വ്യാകരണങ്ങളിൽ 2 അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വലനബുലുവന്ന, നൂന് ശ്രദ്ധയുള്ള നൂനും അതേപോലെ തന്നെ ലാമു തൗക്കീദും, ഇത് രണ്ടും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിഷയ് ഇമ്മിനൽ ഖൗഫ്, ഭയം കൊണ്ട്, വൽ ജൂ, വിശപ്പ് കൊണ്ട്, വനഖ്സിം മിനൽ അംവാൽ, അതേപോലെ നിങ്ങളുടെ സമ്പത്തിൽ കുറവുണ്ടാകുക എന്നതുകൊണ്ട്, വൽ അംഫുസ്, നിങ്ങളിൽ നിന്ന് നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മരണം കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചേക്കാം. വസ്സമറാത്ത്, ഫലങ്ങൾ അഥവാ കൃഷി ചെയ്യുമ്പോൾ ആ ഫലവർഗ്ഗങ്ങൾ നശിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചേക്കാം. ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വബശ്ശിരി സ്വാബിരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവിടെ. അപ്പോൾ അതിൽ ക്ഷമിക്കുന്നവർക്കാണ് വിജയമുള്ളത്. അതുകൊണ്ട് ഇതിൽ സ്വാഭാവികമായും ആ കുട്ടിക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇനിയൊരു ഡോക്ടർ അങ്ങനെ നീക്കം ചെയ്താൽ ഡോക്ടർ കുറ്റക്കാരൻ തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പോൾ കിഡ്നിയില്ലാത്ത കേസ്, കിഡ്നിയില്ലാത്ത കുട്ടികൾ, അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ തന്നെ ഒരു സ്ത്രീ, അവർ കുട്ടികൾക്ക് കിഡ്നി ഇല്ല എന്നുള്ളത് നേരത്തെ ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇത് കളയണം എന്നുള്ളത് നിർദ്ദേശിച്ചു. പക്ഷെ ആ സ്ത്രീ ഉറച്ചു നിൽക്കുകയും ആ കുട്ടി ജനിച്ചു, 4 മണിക്കൂർ ജീവിച്ചു, ആ കുട്ടി മരണപ്പെട്ടു. പക്ഷെ ആ കുട്ടിക്ക് ആ 4 മണിക്കൂർ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അത് അനുഭവിക്കണം. ഇനി ആരോഗ്യത്തോടു കൂടി ജനിച്ച് അവസാനിക്കുന്ന ഒരാൾക്ക് മരണം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല, ഒരു അനിവാര്യതയാണത്. പക്ഷെ ആ കുട്ടിക്ക് 4 മണിക്കൂർ ജീവിക്കുവാനുള്ള ആ കുട്ടിയുടെ അവകാശത്തെ ഹനിക്കുവാനുള്ള അധികാരം ആര് നമുക്ക് നൽകി? അതൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും ആ സ്ത്രീ വളരെ നല്ലൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. അവൾ ഒരു വലിയ പാപം തലയിൽ വെച്ചില്ല, മാത്രമല്ല വമ്പിച്ച നേട്ടങ്ങൾ നാളെ പരലോകത്തേക്ക് അവർ സമ്പാദിക്കുകയും ചെയ്തു. അവിടെ പ്രതിഫലം അവർ തെരഞ്ഞെടുത്തു, മാത്രമല്ല ക്ഷമിക്കുവാൻ അവർ തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അജബൽ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതം. വലൈസ ദാക ഇല്ലാ ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിക്കല്ലാതെ അത് ഉണ്ടാവുകയും ഇല്ല. കാരണം എന്താ? ഇൻ അസ്വാബത്ഹു സറ ശക്കറ ഫകാന ഖൈറൻ ലഹു, അവനൊരു നന്മ വന്നാൽ അവൻ ദൈവത്തെ സ്തുതിക്കും, അള്ളാഹുവിനെ സ്തുതിക്കും. ആരാണോ നന്മ നൽകിയത് അവനെ സ്തുതിക്കും, അപ്പോൾ അത് അവന് നന്മയായി ഭവിക്കുന്നു. ഇനി അവനൊരു ഉപദ്രവം അവനുണ്ടാകുകയാണെങ്കിൽ, ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ അവൻ ക്ഷമിക്കുന്നു, അതും അവന് നന്മയായി ഭവിക്കുന്നു എന്നവിടെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഈ 40 ദിവസത്തിന് ശേഷമാണ് ഒരു ഡോക്ടർ അപ്രകാരം ചെയ്യുന്നത് എങ്കിൽ ആ ഡോക്ടറും കുറ്റക്കാരനാണ് എന്ന് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ ഈ 2 നിയമവും അതിന് ബാധകമാണ്. ഇനി മറ്റൊരു വശം, ഇതിലൊരു വശം കൂടെ ഉണ്ട്. അഥവാ ഈ മാതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ മാതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ മരണം സംഭവിക്കുന്ന കേസുകൾ ഉണ്ടാവാം, മരണം സംഭവിക്കാത്ത കേസുകൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർമ്മശാസ്ത്രപരമായി അതിൽ പറയുവാനുള്ളത്, ഇപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ ഒക്കെ വളരെ വിശദമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരവസരത്തിലല്ലാതെ 40 ദിവസത്തിന് ശേഷം ഈ കുഞ്ഞിനെ നീക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് അനുവദനീയമായി കാണാൻ സാധിക്കുകയില്ല. അഥവാ മാതാവിൻ്റെ മരണം സംഭവിക്കും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ സമയത്ത് നീക്കാം. ഇപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടെ ആധികാരികമായി ആ വിഷയം ഡോക്ടർക്ക് പറയാൻ സാധിക്കും. അത് മാത്രമല്ല, ട്യൂബൽ പ്രഗ്നൻസിയിൽ ഇപ്പോൾ റപ്ചർ ബ്ലീഡിങ്, അങ്ങനെ ബ്ലീഡിങ് ഹെമറേജ് കാരണം ചിലപ്പോൾ മരണം വരെ, റൂറൽ ഏരിയകൾ മറ്റുള്ള ഏരിയകളിൽ നേരത്തെ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇന്ന് ഇപ്പം നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ പിന്നെ ട്യൂബൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ള വഴികൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇപ്പം അങ്ങനെ മെറ്റേണൽ ഡെത്ത് സംഭവിക്കാറില്ല, പൊതുവെ കുറവാണ്. അതല്ലാതെ മറ്റുള്ള ചില പ്രശ്നങ്ങൾ, ഈ ട്യൂബൽ പ്രഗ്നൻസി എന്നുള്ളത് 40 ദിവസത്തിന് മുമ്പ് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുമോ? ട്യൂബൽ പ്രഗ്നൻസി 40 ദിവസത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളും മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവാറില്ല. കാരണം കൂടുതലും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് 1 month or 2 months ശേഷം സാധാരണ വിസിറ്റിങ്ങിന് വരാറ്. അപ്പോഴേക്ക് അതിൻ്റെ സിംറ്റംസ് ഇപ്പോൾ എത്തിപ്പെട്ടില്ലെങ്കിൽ പെയിനാണ് കൂടുതലുണ്ടാവുക. അപ്പം മിക്കവാറും എത്തുമ്പോഴേക്ക് റപ്ചറൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് കർമ്മശാസ്ത്രപരമായി പറയാനുള്ളത്,
അത് 40 ദിവസത്തിന് മുമ്പ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയാൽ, അഥവാ അത്തരം കേസുകളിൽ ആ 40 ദിവസത്തിന് മുന്നേ ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിന് ശേഷത്തെ 40 ദിവസത്തിന് ശേഷം റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീട്ടിവെക്കാൻ പറ്റില്ല. അതിൻ്റെ മുന്നേ തന്നെ റിമൂവ് ചെയ്യണം. ഇനി സ്വാഭാവികമായി എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്താൻ സാധിച്ചു കൊള്ളണം എന്ന് വരില്ല. ഇപ്പോൾ ഈ റൂറൽ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല. അത്തരം കേസുകളിൽ നമ്മുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം സ്വാഭാവികമായും അല്ല, റപ്ചർ ആയത് ഓൾറെഡി പിന്നെ ഫെയിലായി പോവും. അതെ എന്ന് അപ്പം പിന്നെ അതിൻ്റെ ഈ ഇത് വരുന്നില്ല. കാരണം നമ്മൾ MTP അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഓൾറെഡി എടുത്ത് കളയും, ഓൾറെഡി ഡെത്തായി പോയി. പക്ഷെ അതല്ല, മറ്റുള്ള അനോമലി, അപ്പോൾ നേരത്തെ പറഞ്ഞ ജനറ്റിക് ഹൈഡ്രോസെഫാലസ് അല്ലെങ്കിൽ പിന്നെ അനൻസെഫലി എന്നൊക്കെ പറഞ്ഞു, ഈ കുട്ടികളൊക്കെ ജനിക്കുന്നത് ചിലപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിലൊക്കെ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റേണൽ ഡെത്ത് സംഭവിക്കാവുന്ന എക്ലാംഷ്യ പോലുള്ള കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ അത് ആ സമയം വരെ നീട്ടി കൊണ്ടുപോകുന്നോ അതോ നേരത്തെ ടെർമിനേറ്റ് ചെയ്യുന്നതിൽ അതിലുള്ള ആ വിഷയത്തിലുള്ള ഒരു പണ്ഡിതോചിതമായ ആ വിഷയത്തിലുള്ള തീരുമാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. കാരണം നമുക്കത് അഥവാ 100% പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനത്തെ പേഷ്യൻറ്റുകളിൽ കൂടുതലും ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് കാണുന്നു. അതെ, ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ കേസുകളിൽ ഒരു ഡോക്ടറുടെ മാത്രം സജഷൻ നമ്മൾ എടുക്കുകയില്ല ആ ഒരു വിഷയത്തിൽ. അഥവാ ആ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ഒരൊറ്റ ഡോക്ടറുടെ കൺസേൺ പോരാ. നേരെ മറിച്ച് ഇപ്പോൾ അതിലുള്ള ഇപ്പോൾ 40 ദിവസത്തിന് ശേഷം ഉള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ അതിനെക്കുറിച്ചിട്ട് ഇറക്കിയിട്ടുള്ള അവരുടെ വിശദീകരണത്തിൽ അവർ പറയാം, ഫല യജൂസു ഇസ്ഖാത്തുഹു ബഅദ ബുലൂഗിഹി ഹാദിഹിൽ മർഹല. അഥവാ 40 ദിവസം എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഭ്രൂണത്തെ നീക്കം ചെയ്യാൻ പാടില്ല. എപ്പോഴല്ലാതെ ഹത്താ തുഖർറിറ ലിജ്നത്തുൻ തിബ്ബിയ്യത്തുൻ മൗസൂഖ, വളരെ വിശ്വസനീയമായ ഡോക്ടേഴ്സിൻ്റെ ഒരു പാനൽ, അഥവാ കുറച്ച് ഡോക്ടേഴ്സ് കൂടിയെടുത്ത തീരുമാനമായിരിക്കണം. അവർ അപ്രകാരം തീരുമാനിച്ചാൽ അന്ന ഫിസ്തിംറാറിൽ ഹംലി ഖതറൻ അലാ ഹയാത്തി ഉമ്മിഹി, ഈ ഗർഭധാരണം തുടരുന്നതിൽ ആ ഗർഭം ധരിച്ച സ്ത്രീയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഡോക്ടർമാർ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുകയാണെങ്കിൽ, ആ തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണെങ്കിൽ, ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിൽ മാത്രമാണ് അവർക്ക് ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ, ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ ഉമ്മക്ക് മരണം, ഇപ്പോൾ അങ്ങനെയുള്ള കേസുകൾ സ്വാഭാവികമായിട്ടും ഉമ്മക്ക് മരണം സംഭവിക്കാൻ ഇടയുള്ള കേസുകൾ നമുക്കറിയാലോ. അപ്പോൾ അത്തരം കേസുകൾ ഒരു ഡോക്ടർമാർ കൂടി ഈ സ്ത്രീയുടെ അവസ്ഥ അതാണ് എന്ന് എത്തിപ്പെട്ടാൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു അവസരത്തിൽ മാത്രമേ, അഥവാ ജീവന് ഭീഷണിയാകുന്ന അവസ്ഥയിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളതായി വരുന്നുള്ളൂ. അത് തന്നെ, കാരണം കർമ്മശാസ്ത്രത്തിൽ ഒരു നിയമമുണ്ട്, ഇദാ തആറദത്തിൽ മഫ്സദതാൻ റൂഇയ അഅ്ദമുഹുമാ ദററൻ ബിർതികാബി അഖഫിഹിമ, അഥവാ 2 ഉപദ്രവങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയും മരിക്കും കുട്ടിയും മരിക്കും. കാരണം ഉമ്മ മരിച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടിയും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 2 പേരും മരിക്കും എന്നുള്ള സംഭവം ഇവിടെ ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ രണ്ട് ഉപദ്രവം ഒഴിവാക്കി ഒരു ചെറിയ ഉപദ്രവം കൊണ്ട് വലിയ ഉപദ്രവത്തെ തടുക്കാം. അതായത് 2 പേരും മരിക്കുന്നിടത്ത് നിന്ന് സ്വാഭാവികമായും ആ കുട്ടി ജീവിച്ചിരിക്കൂല ഈ ഉമ്മ മരിക്കുകയാണെങ്കിൽ എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയെ നീക്കം ചെയ്യുന്നതിലൂടെ ഉമ്മയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് അവിടെ അനുവദനീയമായി വരുന്നു. അല്ലാത്ത അവസ്ഥകളിലാണെങ്കിൽ അനുവദനീയമാകും. ഈ ട്യൂബൽ പ്രഗ്നൻസി തന്നെ താങ്കൾ പറഞ്ഞത് പ്രകാരം ട്യൂബിൽ നിന്ന് ട്യൂബിലെ പ്രഗ്നൻസി ഗർഭാശയത്തിനുള്ളിലേക്ക് മാറ്റാവുന്ന ഒരു മെഡിക്കൽ സംവിധാനം നിലവിൽ വരുന്നത് വരെ മാത്രമേ അനുവദിയാകൂ. തീർച്ചയായിട്ടും. അഥവാ ഒരു ഇന്നത്തെ ഒരു മെഡിക്കൽ സംവിധാനം അനുസരിച്ച് നമുക്ക് ഇതുവരെ അതിനുള്ള മാർഗങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അഥവാ അത് എന്ന് ട്യൂബിൽ നിന്ന് ആ കുട്ടിയെ ഗർഭപാത്രത്തിലേക്ക്, അഥവാ ആ സിക്താണ്ഡത്തെ ഗർഭപാത്രത്തിലേക്ക് മാറ്റാൻ സാധിക്കുകയും അവിടെ വെച്ച് കുഞ്ഞായി വളരുവാനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യൻ പഠിച്ചെടുക്കുന്നുവോ അന്ന് എന്ത് ചെയ്യും, അന്ന് മുതൽ പിന്നെ അതും റിമൂവ് ചെയ്യാൻ പാടില്ലാത്ത. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഇങ്ങനെ ഒരു സ്ത്രീ ഒരു ഗർഭധാരണത്തിന്റെ കാരണത്തിൽ ആ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അതിന്റെ അവർക്കുള്ള അള്ളാഹുവിന്റെ അടിയിൽ നിന്നുള്ള അത്തരം ഘട്ടങ്ങളിൽ ഒരു കുഞ്ഞ് കാരണം ഒരു ഉമ്മ മരിക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
അയ്യുമ ഇംറഅത്തിൻ യഖ്തുലുഹാ വലദുഹാ ജുംആ യജുറുഹാ ബിസററിഹി ഇലൽ ജന്ന. അഥവാ ഒരു കുഞ്ഞ് കാരണത്താൽ ഒരു ഉമ്മ മരണപ്പെടുകയാണ്, അഥവാ ഗർഭിണിയായ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞ് കാരണം മരണപ്പെടുകയാണെങ്കിൽ ആ കുഞ്ഞ് അതിൻ്റെ പൊക്കിൾ കൊടി പിടിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് നയിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പോൾ അത്രയും വലിയൊരു പ്രതിഫലമാണ് അതിന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഗർഭിണിയായിരിക്കെ ഗർഭം കാരണത്താൽ മരണപ്പെട്ട സ്ത്രീയെ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം അതെ ഷഹീദാണ് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ പക്കൽ ഷഹീദിൻ്റെ കൂലിയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാശ്വതമായ ഒരു ജീവിതത്തിലെ വിജയമാണ് ഐഹികമായ ജീവിതത്തിലെ വിജയത്തെക്കാൾ ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യാം. നമുക്ക് കാണാൻ ചിലപ്പോൾ ആളുകൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ നിഗമനങ്ങളിലെത്തും, അഥവാ എന്തെങ്കിലുമൊക്കെ നോക്കി അതല്ലെങ്കിൽ നേരത്തെയുള്ള കാരണങ്ങൾ പരിശോധിച്ച് കണക്കുകൾ പരിശോധിച്ചൊക്കെ നിഗമനങ്ങളിലെത്തും. അതാണ് പലപ്പോഴും പല കേസുകളിലും നമുക്ക് എന്ത് കിട്ടുന്നത്. ഇപ്പോൾ ഹാർട്ടിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കുട്ടി ജനിച്ചപ്പോൾ പ്രശ്നമില്ല, അംഗവൈകല്യം ഉണ്ടെന്ന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു, അതിൻ്റെ പേരിൽ റിമൂവ് ചെയ്യാൻ സജസ്റ്റ് ചെയ്ത കേസുകൾ ഒരു കുഴപ്പമില്ലാതെ ജനിച്ചത് നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ അനുഭവങ്ങൾ പലരും നമ്മോട് ഷെയർ ചെയ്തതുണ്ട്. ഇപ്പോൾ സാധാരണക്കാരെ അന്വേഷിക്കുകയാണെങ്കിൽ അവരുടെ ഫാമിലിയിൽ തന്നെ അവർക്ക് ഒരുപാട് ആ രൂപത്തിലുള്ള സംഗതികൾ കിട്ടുന്നതാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ. ഓരോ മാതാവും അവരുടെ ഉദരത്തിൽ വഹിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നു. വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ്. ഗർഭപാത്രത്തിൽ നിന്ന് കുറവ് വരുന്നതും അതിൽ പൂർണ്ണത എത്തുന്നതും അവ ഇപ്പോൾ ചിലത് നേരത്തെ ജനിക്കും, ചിലത് നേരം വൈകിയായിരിക്കും ജനിക്കുക. ചിലപ്പോൾ ഗർഭപാത്രത്തിന് കുറച്ച് ചെറിയ ബ്ലീഡിങ് ഉണ്ടായാലും ആ കുട്ടിയിൽ ചിലപ്പോൾ കുറവ് വന്നു എന്ന് വരാം, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് പരിപൂർണതയിലേക്ക് എത്തി എന്ന് വരാം. അപ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്ന് കുറവ് വരുന്നത് കൂടുന്നതും എല്ലാം അള്ളാഹു അറിയുന്നു. അപ്പോൾ ഈ ഒരു അറിവ് ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ എന്നല്ല സ്വാഭാവികമായും ഉണ്ടാവില്ല, കാരണം ഭാവി പ്രവചിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളായിരിക്കാം പലപ്പോഴും അവർ പറയുന്നത്. പക്ഷെ അതൊരിക്കലും നമുക്ക് ഈ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേഷനായിട്ട് നമുക്ക് എടുക്കാൻ അതൊരു പാടില്ല. അപ്പോൾ അതോടൊപ്പം ചേർത്ത് ചോദിക്കാനുള്ളത് കഫാറത്തിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഉമ്മയുടെ മരണം ഇൻഎവിറ്റബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മരണം സംഭവിക്കുന്ന ഉറപ്പുള്ളൊരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ റിമൂവ് ചെയ്യുന്നതിൻ്റെ അവസ്ഥയിലും കഫാറത്ത് അനിവാര്യമാണോ? അവിടെ നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു മനുഷ്യൻ്റെ തോക്കത്തിൻ്റെ മേലുള്ളൊരു സംഗതി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ എന്ത് ചെയ്യില്ല, അടിച്ചേൽപ്പിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥ അവന് കൊടുത്തു, പിന്നീട് അതിന് പ്രായശ്ചിത്തവും അതുപോലെ തന്നെ അതിൻ്റെ നഷ്ടപരിഹാരവും അവൻ നൽകുക എന്നുള്ളത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നീക്കം ചെയ്യുന്ന അവസ്ഥയിൽ കഫാറത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഒന്നും പറഞ്ഞതായി കാണാൻ സാധിച്ചിട്ടില്ല. അവ കഫാറത്ത് നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ നീക്കം ചെയ്യുന്നത് അനുവദനീയം ആയി വരുന്നത്, കാരണം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. ഒരു കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജനിക്കുന്നു, എന്നിട്ട് ആ കുട്ടി അള്ളാഹുവിൻ്റെ ഖദർ കാരണം അത് വിധി അങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലും രോഗം സംഭവിക്കുന്നു പറഞ്ഞല്ലോ, ശാശ്വതമായിട്ടുള്ള ബെഡ് റിഡൻ ആയിട്ടുള്ള കേസായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയെ സ്വാഭാവികമായും ഈ ആർക്കും ഈ ഉമ്മക്ക് ആ കുട്ടിയെ കൊല്ലാൻ തോന്നുമോ? ഇല്ല, സ്വാഭാവികമായിട്ട് തോന്നില്ല. അതെ, അത് വളരെ ഒരു അതെ അത് ശരിയാണ്. പലപ്പോഴും ഈ മാതാപിതാക്കൾ ഗർഭത്തിലുള്ള അവസ്ഥയിൽ കൊല്ലാൻ തയ്യാറാകുന്നതെന്ന് പറഞ്ഞാൽ കുട്ടീനെ അവർ കാണുന്നില്ല. അതാണ്. അപ്പോൾ കുട്ടിനോടുള്ള സ്നേഹവും കുട്ടിയാണെന്നൊരു അഫെക്ഷൻ അവർക്ക് വന്നിട്ടില്ല. ഇപ്പം ഞാൻ ഉദ്ദേശിച്ച മെഡിക്കൽ കോഴ്സുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ ടെർമിനേഷൻ അനുവദിച്ചുകൂടെ? അതെ, ഇപ്പോൾ മറ്റേ നമ്മളിപ്പോൾ ദാരിദ്ര്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ആ ഒരു ഉള്ളിൽ ആ ഇൻറ്റിമേസി ഒന്നും ഫീൽ ചെയ്യാത്തത് ആദ്യം പറഞ്ഞ ജനറൽ ആയിട്ട് വരുന്ന ചില കോഴ്സുകൾ സാധാരണ കാണുന്നേ. മറ്റ് മെഡിക്കലായിട്ടുള്ള കോഴ്സുകളിൽ എന്തായാലും പിന്നെ ഔട്ട്കം ഓൾറെഡി ഇപ്പോൾ നേരത്തെ പിന്നെ ഡോക്ടേഴ്സൊക്കെ നേരത്തെ ഡയഗ്നോസ് ഉള്ള കാര്യം ഇതിൻ്റെ ഔട്ട്കം മോശമായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് അത്രത്തോളം അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ആവശ്യമുണ്ടോ? കാരണം ഒന്ന് ഒരു പേഷ്യൻറ്റിനിപ്പോൾ ഇതൊന്നും മദർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേണം എന്നിട്ട് ചെയ്യുന്ന ടെർമിനേഷൻ അല്ല. ഇതവരെ ഫ്യൂച്ചറിൽ കാര്യം അവരത് കുറച്ചും കൂടെ ബോധേഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയാണ് അവർ കൺസെൻറ്റ് തരുന്നത്. അല്ലാതെ ഇത് കൂടുതലും ഡോക്ടേഴ്സ് അവരെ കൗൺസിൽ ചെയ്തിട്ട് ടെർമിനേറ്റ് ചെയ്യണം എന്നല്ല. ഡിസിഷൻ എടുക്കുന്ന എപ്പോഴും
പാരൻസ് തന്നെയാണ്. പക്ഷെ അതിൽ പോലും ഇപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ ടെർമിനേഷൻ്റെ വിഷയത്തിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ കുട്ടി ഭാവിയിൽ ആ കുട്ടി മരിക്കും എന്ന് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ട് നേരത്തെ അവർ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരാൾ മരിക്കാൻ കിടക്കുന്ന ഒരാളെ കൊല്ലുവാനുള്ള അധികാരം നമുക്കില്ല, അതൊരിക്കലും ഇല്ല. മാത്രമല്ല ഒരു മനുഷ്യൻ്റെ നേരെ ആയുധം ചൂണ്ടുക എന്നുള്ളത് പോലും ശാപത്തിന് അർഹമാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ അശാറ ഇല അഖീഹി ബി ഹദീദത്തിൻ, തൻ്റെ സഹോദരനിലേക്ക് ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഒരാൾ ചൂണ്ടിയാൽ പോലും ഫഇന്നൽ മലായികത തൽഅനു, അഥവാ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മലായികത്ത് അവനെ ശപിച്ചുകൊണ്ടിരിക്കും, ശാപം കിട്ടുന്ന കാര്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്യന്തികമായി നിൽക്കുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹു ആത്മാവ് നൽകിയ ഒരാൾക്ക് ആ ആത്മാവ് തിരിച്ചെടുക്കുവാനുള്ള അധികാരം അള്ളാഹുവിനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഭാവിയിൽ ചിലപ്പോൾ ആ കുട്ടിക്കൊരു 20 വയസ്സ് കഴിഞ്ഞിട്ട് ഇന്ന പ്രശ്നങ്ങൾ വരും എന്നൊക്കെ കണ്ടെത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ടെർമിനേഷൻ അനുവദിക്കപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വന്നുകൂടായികയില്ല നമുക്കത്. കാരണം ഒരു സങ്കല്പത്തിന് അപ്പുറത്തുള്ളൊരു സംഗതിയല്ല. ഇപ്പോൾ തന്നെ ഒരു പക്ഷേ ആ ഒരു നിലക്കൊക്കെ ശാസ്ത്രം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു മനുഷ്യന് മരണം അത് അള്ളാഹു എപ്പോൾ നിശ്ചയിക്കുന്നുവോ ആ സമയത്ത് മരിക്കാൻ അതിന് അധികാരമുള്ളൂ. അപ്പോൾ നമുക്ക് ആ മനുഷ്യനെ കൊല ചെയ്യാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അത് ആ കൊലപാതകത്തിൽ പെടുന്നു. ഇനി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു പ്രയാസം ഉണ്ടായി. ആ പ്രയാസത്തിൽ അവർ മനസ്സിലാക്കേണ്ടത്, എനിക്ക് നൽകപ്പെടുന്ന ഏതൊരു ബുദ്ധിമുട്ട് അതിനെനിക്ക് പ്രതിഫലമുണ്ട്. മാത്രമല്ല ഈ ലോകം പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഇപ്പോൾ ഈ അംഗവൈകല്യമുള്ള കുട്ടി അല്ലെങ്കിൽ ഹൃദയരോഗമുള്ള കുട്ടി, ആ കുട്ടി ജനിക്കുന്നതിനെ പേരൻസ് എന്തുകൊണ്ട് ഭയക്കുന്നു എന്നുള്ളത് ഒരു വലിയ കേസ് ദാരിദ്ര്യം തന്നെയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. നിങ്ങൾക്ക് നാം ആകുന്നു ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത്, അവർക്കും നാം ഭക്ഷണം നൽകുന്നതാണ്, അവർക്കുള്ള ഉപജീവനം ഞാൻ നൽകും. അവരെ കൊല്ലുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പാതകമാകും. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കാൻ, വലിയ പാതകമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയ പാപമാണെന്ന് മാത്രമല്ല, ഈ ചെയ്യുന്ന ഡോക്ടറും ഈ പാരൻസും ഇവരൊക്കെ അതിന് ഉത്തരവാദികളാണ്. മറിച്ച് അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് അവകാശങ്ങളുണ്ട്, ആ ജീവിക്കാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട്. ചുരുക്കത്തിൽ മെറ്റേണൽ ഹെൽത്തിന് കൃത്യമായ ഒരു അപകടമുള്ള സാഹചര്യത്തിൽ മാത്രമാണ് അഥവാ അവരുടെ ഭൂതപ്പെട്ട കുട്ടിയുടെ ജീവൻ നശിപ്പിക്കാൻ അനുവാദം നൽകപ്പെട്ടു. മെറ്റേണൽ ഡെത്ത് വരാൻ സാധ്യതയുള്ള കേസിൽ ചെയ്യുമ്പോൾ കഫാറത്തും ദിയയും ഇല്ല. അല്ലെങ്കിൽ ഏത് കേസിലാണെങ്കിലും കഫാറത്തും ദിയയും ബാധകമാണെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്ത് ആ ആയത്തുകളിലൊക്കെ പരാമർശിക്കപ്പെട്ട കഠിനമായ ശിക്ഷയ്ക്ക് ഇവർ അർഹരാകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ MTP ആക്ടിലെ ഇൻഡിക്കേഷൻ ആയിട്ടുള്ള മറ്റ് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അതിലൊന്ന് റേപ്പ് എന്ന് ഉദ്ദേശിച്ചത്, രണ്ടാമത്തെ ഒന്നാണ് ഇല്ലീഗൽ പ്രഗ്നൻസി, മൂന്നാമത് സൈക്കാട്രിക് പേഷ്യൻസ്. ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്തുകൂടെ. അക്കോർഡിംഗ് ടു MTP ആക്ട് പ്രകാരം ചെയ്യാമെന്നാണ്. ഇസ്ലാമിക് വ്യൂവിൽ എന്താണ് താങ്കൾ പറയാനുള്ളത്? അതിൽ സ്വാഭാവികമായും ഇപ്പോൾ റേപ്പ്, അതേപോലെ തന്നെ ഇല്ലീഗൽ പ്രഗ്നൻസി പോലെയുള്ള ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പ്രശ്നങ്ങൾ വന്ന് കഴിഞ്ഞതിന് ശേഷം അതിനെ ചികിത്സിക്കുന്നതിന് പകരം ആ പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കുവാനുള്ള സംഗതികളാണ് നോക്കുക. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന തത്വം. അപ്പോൾ അതനുസരിച്ച് സ്വാഭാവികമായും ഇപ്പോൾ റേപ്പ് കേസുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ശരിക്കും പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതിൽ കൂടുതലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, അത് ചെയ്യുന്ന ആളുകൾ
മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അധിക കേസുകളിലും അത് നമുക്ക് കാണാൻ സാധിക്കും. അത് പൈശാചികമാണ്. അത് റിജ്സുമിൻ അമലി ശൈത്താൻ, പൈശാചികമാണ് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്നുള്ള വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളും ഈ വിഷയത്തിൽ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി, അതേപോലെ തന്നെ പുരുഷന്മാരെ ഇത്തരത്തിലുള്ള ക്രൈം അവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണങ്ങളും മറ്റു സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് ഇസ്ലാം എതിർത്തിട്ടുണ്ട്. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് ഇസ്ലാം എതിർത്തിട്ടുണ്ട്. ആ സ്ത്രീ യാത്ര ചെയ്യൽ അനിവാര്യമായി വരുമ്പോൾ അവർക്ക് കൂട്ടിന് പോകേണ്ടത് അവരുടെ വിവാഹബന്ധം നിഷിദ്ധമായ ബന്ധം, അഥവാ സഹോദരൻ അല്ലെങ്കിൽ ബാപ്പ, അങ്ങനെയുള്ള വിവാഹബന്ധം നിഷിദ്ധമായ ആ ആളുകൾ, മഹ്റം എന്ന് നമ്മൾ പിന്നെ സാങ്കേതികമായ കർമ്മശാസ്ത്രത്തിൽ പറയും, മഹ്റം എന്ന് പറയും. അപ്പോൾ അത് ആ മഹ്റം കൂടെ പോകണം. അപ്പോൾ അവരെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് നിയമങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്പരം കൂടിക്കലരുക, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകൾ പരസ്പരം കൂടിക്കലരുക, അങ്ങനെയുള്ള ആഘോഷങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇസ്ലാം എതിർക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നിയമം ലംഘിച്ചത് കൊണ്ടാണ് ഏറിയ പങ്കും സംഭവിക്കുന്നത്. എന്നാൽ അല്ലാത്ത നിലക്കും സംഭവിച്ചേക്കാം, സംഭവിക്കാൻ ഇടയുണ്ട്. സംഭവിക്കാൻ ഇടയില്ല എന്നല്ല, ഏറിയ പങ്കു സംഭവിക്കുന്നത് ഇത്തരം നിയമങ്ങൾ ഹനിക്കുന്നത് കൊണ്ടാണ്. ഇനി അപ്രകാരം സംഭവിച്ചാൽ, ഇപ്പോൾ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടു, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റേപ്പ് ചെയ്ത ആൾക്കുള്ള ശിക്ഷ അതികഠിനമാണ്. ഇസ്ലാം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ വചനം, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദ അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ് ഔ യുൻഫൗ മിനൽ അർദ് ദാലിക ലഹും ഖിസ്യുൻ ഫിദ് ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അള്ളാഹുവോടും അവൻ്റെ പ്രവാചകനോടും യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫസാദ്, ഇപ്പോൾ റേപ്പ് എന്നുള്ളത് ആ ഗണത്തിൽപ്പെടുന്നൊരു സംഗതിയാണ്. അവർ വധിക്കപ്പെടുക എന്നുള്ളത് അവർക്കുള്ള ശിക്ഷയാണ് പറയുന്നത്. ഔ യുസല്ലബു, ആ വധിക്കപ്പെട്ട അവരുടെ ശരീരം കുരിശി തറക്കുക എന്നുള്ളത്. ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്, അവരുടെ കൈകളും കാലുകളും ഓപ്പോസിറ്റായിട്ട് ഛേദിക്കുക, വലത് കൈ ഛേദിക്കുക, അങ്ങനെ ഇടത് കാൽ ഛേദിക്കുക എന്ന രൂപത്തിൽ അവരുടെ കൈകാലുകൾ ഓപ്പോസിറ്റായിട്ട് ഛേദിക്കുക. ഔ യുൻഫൗ മിനൽ അർദ്, അല്ലെങ്കിൽ അവരെ നാട് കടത്തുക. അപ്പോൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള പാപം, അവർ ചെയ്തിട്ടുള്ള ക്രൈം എത്രത്തോളമാണോ അതിനനുസരിച്ചുള്ള ഇത്രയും ശിക്ഷകൾ അവർക്ക് ആർക്ക് നൽകാവുന്നതാണ്? കോടതിക്ക്, ഇസ്ലാമിക കോടതിക്ക് അവർക്ക് നൽകുവാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ദാലിക ലഹും ഖിസ്യുൻ ഫിദ് ദുനിയ, ദുനിയാവിൽ അത് അവർക്കുള്ള നിന്ദ്യതയാണ് എന്നതുകൊണ്ട് അവസാനിച്ചില്ല, അതിശക്തമായ അതിമഹത്തായ ഭയാനകമായ ശിക്ഷ അവർക്ക് അന്ത്യദിനത്തിലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ പാപമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശിക്ഷ നൽകുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വലിയ ശിക്ഷ എന്തിനാണ് നൽകുന്നത്? സ്വാഭാവികമായും പിന്നീട് അത്തരം ക്രൈമുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതൊരു കാരണമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇപ്രകാരം ക്രൈമുകൾ ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കാതെ പോകുന്നു. അതല്ലെങ്കിൽ അങ്ങനെ പിടിക്കപ്പെട്ടാൽ തന്നെ അവർക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷ നൽകുന്നില്ല. നമുക്കറിയാമല്ലോ, പല ആളുകൾ, ഗോവിന്ദചാമിനെ പോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ ഇന്നും പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ആളുകൾ വളരെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ ഒരു സ്ത്രീ അത്ര ക്രൂരമായി കൊന്ന ആളുകൾ പോലും ഇത്തരത്തിൽ ശിക്ഷകൾക്ക് വിധേയരാകുന്നില്ല എന്നതൊരു വിഷയം. ഇനി ഒരു റേപ്പ് ചെയ്യപ്പെട്ടൊരു കുഞ്ഞുണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിൽ അത് റിമൂവ് ചെയ്യാം. 40 ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിൽ. 40 ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ, അഥവാ ആത്മാവ് നൽകപ്പെട്ടു, അതിനുശേഷം റിമൂവ് ചെയ്യാൻ പാടില്ല, ഈവൻ റേപ്പിലുള്ള കുഞ്ഞാണെങ്കിൽ പോലും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെ പാപം മറ്റൊരാളും വഹിക്കൂല. അപ്പോൾ മാതാപിതാക്കൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാൾ അഥവാ വ്യഭിചാരത്തിലാണ് ഇനി കുഞ്ഞുണ്ടായത്, അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോഴാണ് കുഞ്ഞുണ്ടായതെങ്കിൽ ഒരാൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായാണ് ആ കുഞ്ഞുണ്ടായത് എന്നുണ്ടെങ്കിലൊന്നും ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ, ആ കുഞ്ഞ് കുറ്റക്കാരനല്ല, അതുകൊണ്ട് ആ കുഞ്ഞിനെ നമ്മൾ വധിക്കുന്നില്ല. കുഞ്ഞിനെ വധിക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവനും
മാംസവും എല്ലാമുള്ള കുഞ്ഞ് 40 ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഇതൊക്കെ രൂപപ്പെട്ട് തുടങ്ങി, കുഞ്ഞിന് രൂപമാറ്റം സംഭവിച്ചു തുടങ്ങി. അപ്പോൾ ആ കുഞ്ഞിനെ വധിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമാകുന്നില്ല. മറ്റൊരാൾ ചെയ്ത പാപത്തിൻ്റെ ഭാരം ആ കുഞ്ഞ് ചുമക്കുകയില്ല എന്നർത്ഥം. ഇനി കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്. ഒന്ന്, അപ്രകാരം വിക്റ്റിമാകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ മോശക്കാരിയായി കാണാൻ പാടില്ല. സമൂഹം നമ്മുടെ പൊതുവെ കേരളീയ സമൂഹത്തിൽ ഒരു സ്ത്രീ അങ്ങനെ അപമാനിക്കപ്പെട്ടാൽ ആ സ്ത്രീയെ മോശമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യം ഉണ്ട്. അപ്പോൾ അത് ഇസ്ലാമികമായി തെറ്റാണ്. ആ സ്ത്രീ കുറ്റക്കാരിയല്ല, മറിച്ച് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും ഈ അവസ്ഥയിൽ നിന്ന് റെസിസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി അവർക്കുള്ള പ്രചോദനം നൽകുകയുമാണ് ചെയ്യേണ്ടത്. മതപരമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ അവരുടെ വിവാഹാലോചന നിരസിക്കാനും പാടില്ല. നമ്മുടെ ഇന്നത്തെ ഉള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം. ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം. റേപ്പ് വിക്ടിംസിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത്, പിന്നെ അതിലുണ്ടായ കുഞ്ഞുങ്ങളെ ആ സ്ത്രീക്ക് വളർത്തുവാനുള്ള സപ്പോർട്ട് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ആ വിക്ടിമായിട്ടുള്ള കുഞ്ഞിനെ വളർത്തേണ്ട, അഥവാ ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ നോക്കാൻ സാധിക്കാതെ വരുന്നുവെങ്കിൽ സ്വാഭാവികമായും ബൈത്തുൽ മാൽ അഥവാ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടം ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ നോക്കുവാനുള്ള ചെലവും കാര്യങ്ങളും വഹിക്കുന്നതാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞത്, സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാരണങ്ങൾ ആ സ്ത്രീയുടെ വിവാഹാലോചന നിരസിക്കാൻ ഇല്ല എങ്കിൽ നിരസിക്കരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആ ഒരു വിഷയത്തിൽ. അപ്പോൾ അത്രമാത്രം അവരെ നമ്മൾ പരിഗണിക്കണം എന്നർത്ഥം. പ്രൊട്ടക്റ്റ് ചെയ്യും വേണം. അതോടൊപ്പം അതിന് കാരണക്കാരനായ അഥവാ ആ ക്രൈം ചെയ്ത ആളെ, കമ്മിറ്റ് ചെയ്ത ആളെ അതിന് തക്കതായ ശിക്ഷ നൽകി പിന്നെ അത്തരം ക്രൈമുകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാതൃകാപരമായി ശിക്ഷിക്കണം. അതിനുള്ള മാതൃകാപരമായ ശിക്ഷകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം പറഞ്ഞത് ഇല്ലീഗലായിട്ട് പിന്നെ ഉണ്ടാകുന്ന ഗർഭം, അഥവാ രണ്ടുപേരുടെയും പരസ്പര ധാരണയോടുകൂടി ഉണ്ടാകുന്ന ഗർഭങ്ങൾ, വിവാഹേതര ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഗർഭങ്ങളാണ്. ആ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, ഈ കുഞ്ഞിനെ കൊല്ലൂല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കാരണം അവർ പരസ്പരം ചെയ്ത തെറ്റിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ വധിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമികമായും മാനുഷികമായും ചിന്തിച്ചാലും ഒരിക്കലും ശരിയല്ലത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമികമായ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ കുഞ്ഞിനെ നമ്മൾ ചേർത്ത് വിളിക്കുക മാതാവിലേക്കാണ്. മാത്രമല്ല മാതാവാണ് ആ കുഞ്ഞിനെ വളർത്തേണ്ടത്. ആ വളർത്താൻ ആ മാതാവിന് സാധിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം സമൂഹം അഥവാ ബൈത്തുൽ മാൽ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടമായിരിക്കും ആ കുഞ്ഞിനെ വളർത്തുക. അതല്ലെങ്കിൽ മുസ്ലിം സമൂഹം ആണ് അവരെ വളർത്തുക. അത് വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ വിഷയത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പ് റേപ്പിൽ പറഞ്ഞതുപോലെ തന്നെ 40 ദിവസത്തിന് മുമ്പാണെങ്കിൽ ആ ബീജത്തെയും കളയാം. ഈ ഒരു സാമൂഹിക പ്രശ്നമുള്ളത് കൊണ്ട് 40 ദിവസം റൂഹ് നൽകപ്പെടുന്നതിൻ്റെ മുമ്പേ ആണെങ്കിൽ നമുക്ക് കളയാം. ഇനി ഈ വിഷയത്തിൽ വ്യഭിചരിച്ച് കുഞ്ഞുണ്ടായ വിഷയമാണ്. ഹാമിദിയ റളിയല്ലാഹു അൻഹ, അവർക്ക് അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ കുഞ്ഞുണ്ടായി. അപ്പോൾ ഹാമിദിയ എന്നുള്ള സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകരെ, മായിസിനെ തിരിച്ചയച്ചതുപോലെ നിങ്ങൾ എന്നെയും തിരിച്ചയക്കുകയാണോ? പക്ഷെ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഹബി ഹത്താ തലിദി, നീ പോകണം, ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് നീ വാ. സ്വാഭാവികമായി ആ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതല്ല, അഥവാ ആ കുഞ്ഞിനെയും ഉമ്മയെയും കൊല്ലുക എന്നുള്ളതല്ല. ആ കുഞ്ഞ് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ജനിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നീ മടങ്ങി വാ, അപ്പോൾ നീ ജനിച്ചതിന് ശേഷം വാ എന്ന് പറഞ്ഞത്. ഇനി അതിനുശേഷം ആ സ്ത്രീ പോകുകയും ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു പിന്നെ തുണിയിൽ ആ കുഞ്ഞിനെയുമായി ആ സ്ത്രീ വന്നു എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നെ നീ വീണ്ടും പോകണം. ആ സ്ത്രീ വന്ന് പറഞ്ഞു, റസൂൽ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. വീണ്ടും പറഞ്ഞു, നീ വീണ്ടും മടങ്ങി പോകണം. ഇദ്ഹബി ഫഅർദിഇഹി ഹത്താ തഫ്തിമി, നീ പോയിട്ട് പൂർണ്ണമായിട്ട് അവൻ്റെ മുലകുടി മാറ്റുന്ന അത്രയും അഥവാ ആ 2 വർഷം മുല കൊടുക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും വാ എന്ന് പറയാം. അങ്ങനെ ഈ മുലകുടിയൊക്കെ മാറി എല്ലാ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിയപ്പോൾ, എന്നിട്ട് ഈ സ്ത്രീ
സുബ്ഹാനല്ലാഹ് ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ടാണ് പിന്നെ കൊണ്ടുവരുന്നത്. അഥവാ ഭക്ഷണമൊക്കെ കഴിക്കാറായിട്ടുണ്ട്, മുലകുടിയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്താൻ. അങ്ങനെ പ്രവാചകൻ അഥവാ അവർ ചെയ്ത തെറ്റിൽ നിന്ന് ആ പശ്ചാത്തപിച്ച് മടങ്ങിയതിൻ്റെ ആ സത്യസന്ധതയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം അവർ തന്നെ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അവർ ചെയ്ത തിന്മ ഏറ്റു പറഞ്ഞു, അവർ വിവാഹത്തിന് ശേഷം വ്യഭിചരിച്ച സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായും എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് വിവാഹിതനായ ഒരാൾ അഥവാ വിവാഹശേഷം ഒരാൾ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഈ സ്ത്രീ വന്നു, അഥവാ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ആ സ്ത്രീ വരികയാണ്, എന്നെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ അരികിൽ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ വളർത്താൻ പ്രാപ്തനായ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ ആ കുട്ടിയെ ഏൽപ്പിച്ചു. അവിടെയാണ് നമുക്കുള്ള തെളിവ്. ആ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതല്ല, അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അവരാര് വളർത്തും, അവരുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ നോക്കും, അത് നമ്മുടെ ബാധ്യതയാണ്. ഗർഭാവസ്ഥയിൽ പോലും അതിനെ എറിഞ്ഞു കൊല്ലാനുള്ള കാരണം കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം, ആ കുട്ടിക്കുള്ള അവകാശം അവിടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയെ പരിഹസിക്കാൻ പാടില്ല. ആ കുട്ടിയെ പരിഹസിച്ചാൽ ആ പരിഹസിച്ച ആളെ ഭരണാധികാരിക്ക് ശിക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഇപ്പോൾ പിന്നെ ഭ്രാന്ത് പോലെയുള്ള സൈക്കാട്രി പേഷ്യൻ്റ് ആണെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായി അവർക്ക് ഗർഭം ധരിക്കുന്നത് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായും ഒരാൾ വിവാഹം ചെയ്ത് ആ രൂപത്തിലുള്ള സ്ത്രീ ആയിരിക്കാം, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുമുണ്ടാക്കാം. വിലക്കാനുള്ള അധികാരം നമുക്ക് ഇല്ല. അപ്പോൾ കുഞ്ഞ് നിലനിൽക്കുന്നുവെങ്കിൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ പോകേണ്ടതാണെങ്കിൽ അത് പോകും. പക്ഷെ അങ്ങനെയുള്ളൊരു പേഷ്യൻ്റാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളയാനുള്ള അധികാരം ഇല്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അഥവാ സ്വാഭാവികമായും ആ സ്ത്രീ ഗർഭം ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഇതേപോലെയുള്ള ഉപദ്രവങ്ങൾ, ആ സ്ത്രീയുടെ തന്നെ ആരോഗ്യപരമായ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ 40 ദിവസത്തിൻ്റെ മുമ്പേ ആണെങ്കിൽ, കാരണം അത് നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് 40 ദിവസത്തിൻ്റെ മുമ്പേ ആണെങ്കിൽ കളയാവുന്നതാണ്. മറ്റ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ടെർമിനേഷൻ അനിവാര്യമായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ മെറ്റേണൽ ചില ഇൻഫെക്ഷ്യസ് ഡിസീസ്, റുബല്ല പോലത്തെ അസുഖങ്ങൾ, അതേപോലെ ഫസ്റ്റ് തന്നെ കാണുന്ന ചിക്കൻ പോക്സ് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ അതൊക്കെ കുട്ടിക്ക് പിന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ ടെർമിനേഷൻ ചിലപ്പോൾ ഡോക്ടേഴ്സ് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ചില പേഷ്യൻസൊക്കെ ചില മെഡിസിൻ കഴിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊന്നും കൺസീവ് ചെയ്യാൻ പാടുണ്ടാവില്ല, അതൊന്ന്. പിന്നെ റേഡിയേഷൻ എന്നുള്ള വെരി റയറാണ്, എങ്കിലും അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് അത് ബാധിക്കുന്നത് കൊണ്ട് മറ്റ് കൺജനൻ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ടെർമിനേഷന് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ഇസ്ലാമിക്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിധി തന്നെയാണ് ഇവിടെ നമുക്ക് ബാധകം. അഥവാ ഇപ്പോൾ മാതാവിന് ഇപ്പോൾ ഈ 40 ഡേയ്സിന് ശേഷം ഒരു അസുഖം ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ മെഡിസിൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കതിൽ പറയാനുള്ളത്, സ്വാഭാവികമായും ഡോക്ടേഴ്സ് ആ സമയത്ത് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ആ സമയത്ത് കൊടുക്കുന്ന മെഡിസിൻ കുഞ്ഞിന് ബാധിക്കാത്ത രൂപത്തിലുള്ള മെഡിസിൻ കൊടുക്കൽ നിർബന്ധമാണ്, ഒന്ന്. ഇനി അതല്ല, അതിനുള്ള മെഡിസിൻസ് ആ മെഡിസിൻസേ ഉള്ളൂ ആ ബാധിക്കും എന്നുള്ള രൂപത്തിലാണെങ്കിലാണ് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ രൂപത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായാൽ ആ രോഗങ്ങൾ കൊണ്ട് കുട്ടിക്ക് വല്ല വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അങ്ങനെയുള്ള വൈകല്യങ്ങൾ കുഞ്ഞിനുണ്ടാകും എന്നതിൻ്റെ പേരിൽ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. അത് തന്നെയാണ് നമ്മളുടെ ആൻസർ. ആ കുഞ്ഞിന് ആ വൈകല്യങ്ങൾ സംഭവിച്ചാൽ അഥവാ ആ സമയത്ത് രോഗം വരാൻ നിർണയിച്ചത് ആ കുട്ടിയുടെ നാഥനാണ്, ആ ഗർഭിണിയുടെ സൃഷ്ടാവാണ്, ആ കുട്ടിയുടെ നാഥനാണ്. ആ സൃഷ്ടാവ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് വൈകല്യങ്ങൾ വരുള്ളൂ. ആ സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് വൈകല്യങ്ങൾ വരികയും ഇല്ല. ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടായ സ്ത്രീയോട് ടെർമിനേഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന അഥവാ മറ്റൊരു ഒരു പിന്നെ അവർ ഒക്കെ വില്ലിങ് ആയിരുന്ന സമയത്ത് അവരുടെ ഒരു ബന്ധു അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും അതിനുശേഷം പ്രസവിച്ചൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിന്ന് ജീവിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ഞാൻ പറയുന്നത്,
ഇനി ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ തന്നെ എല്ലാ സമയത്തും ആ നിർദ്ദേശങ്ങളോ ആ നിഗമനങ്ങളോ ശരിയാവാറും ഇല്ല. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. ഒരുപക്ഷെ കണക്കുകളുടെയും ഇതിൻ്റെയൊക്കെ പിൻബലത്തിലാകാം ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നത് എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ആ കുട്ടിക്ക് കാഴ്ച പോയി, പക്ഷെ കാഴ്ചയില്ലാതെ ജീവിക്കാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട്. അപ്പോൾ കാഴ്ച ഉണ്ടാകുകയില്ല, ഭാവിയിൽ ഇന്ന കാരണം കൊണ്ട് ആ കുട്ടിക്ക് കാഴ്ച നഷ്ടപ്പെടും എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ കൊല്ലുവാനുള്ള അധികാരം എനിക്കില്ല. അത് വലിയ പാപമാണ്. ഇപ്പൊ പറഞ്ഞതിന്റെ ആകെത്തുക ആറാഴ്ചക്ക് മുമ്പ് പിന്നെ നല്ല തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതും. ഉദാഹരണത്തിന് ഉമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രഗ്നൻസി പോലുള്ള ഉമ്മക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭ്രൂണത്തിൻ്റെ വളർച്ചയിലുള്ള മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ, റേപ്പ്, ഇല്ലീഗൽ സെക്സ്, സൈക്കോളജിക്കൽ ഡിസീസസ് പോലുള്ള സൈക്കാട്രിക് ഡിസീസ് പോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ 6 ആഴ്ചക്കുള്ളിലാണെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതും. അതല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഉമ്മക്ക് മരണം സംഭവിക്കുന്നത് പോലുള്ള 6 ആഴ്ചക്ക് ശേഷമാണെങ്കിൽ, അഥവാ റൂഹൂതപ്പെട്ടതിന് ശേഷം ഉമ്മക്ക് മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ടെർമിനേറ്റ് ചെയ്യാനുള്ള അനുവാദം എന്നതാണ് പറഞ്ഞതിന്റെ ആകത്തുകയായിക്കൊണ്ട് മനസ്സിലാക്കുന്നത്. ഭ്രൂണത്തിനുള്ള പ്രശ്നങ്ങൾ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് വരുന്നേ ഇല്ല. അതേപോലെ ഇതിൻ്റെ ഒരു മാനദണ്ഡമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ 40 ദിവസത്തിൻ്റെ മുന്നേ ടെർമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവെ ഭ്രൂണങ്ങളെ ഏത് അവസ്ഥയിൽ ടെർമിനേറ്റ് ചെയ്യുന്നതും പൊതുവെ നിഷിദ്ധമാണ്. അവ ഒരിക്കലും ആളുകൾ അങ്ങനെ മനസ്സിലാക്കരുത്. അത് 40-ന് മുമ്പേ ആണെങ്കിൽ ചെയ്യാം, 40-ന് ശേഷമാണെങ്കിൽ ചെയ്യുന്നതിലെ പ്രശ്നമുള്ളൂ എന്ന് മനസ്സിലാക്കരുത്. അപ്പോൾ കഫാറത്ത് ദിയ ബാധകമാകുന്നത് 40-ന് ശേഷമാണ്. എന്നാൽ 40-ന്റെ മുമ്പേയും അകാരണമായി ഒരിക്കലും നീക്കം ചെയ്യാൻ പാടില്ല. നീക്കം ചെയ്യാൻ പാടുള്ളത് ഒന്നുകിൽ അതിൽ ഷർഈയായ ഒരു മസ്ലഹത്ത്, ഒരു ഉപകാരം ഷർഈ മുന്നിൽ കാണുന്ന ഒരു ഉപകാരം ആ വിഷയത്തിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ ഷർഈയായി പരിഗണിക്കപ്പെടുന്ന ഒരു ഉപദ്രവം നീക്കുവാൻ വേണ്ടിയോ ആയിരിക്കണം. അപ്പോൾ അതിലാണിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഉമ്മക്ക് ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത പ്രസവം ചിലപ്പോൾ തൊട്ട് മുമ്പ് അതിന് തൊട്ട് ശേഷം തന്നെ ആകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണെങ്കിൽ, ചിലപ്പോൾ ആരോഗ്യം കുറച്ച് കുറവുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ വളരെ പ്രത്യേകിച്ച് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ഇപ്പോൾ ഷർഈയായി നമുക്ക് പിന്നെ ഒരു സ്ത്രീ ഇപ്പോൾ പെട്ടെന്ന് സിസേറിയൻ കഴിഞ്ഞതാണ്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തത് നോർമൽ ഡെലിവറി ആക്കണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രഗ്നൻസിയും കൂടി അവർക്ക് ഉണ്ടായിപ്പോയാൽ ഈ പറഞ്ഞതുപോലെ 40 ദിവസത്തിന് മുമ്പേ തന്നെ അത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരും, ചിലപ്പോൾ അനിവാര്യമായും വരും. അപ്പോൾ അതൊരു ഭീഷണി ഉണ്ടാകുന്നതാണെങ്കിൽ, അപ്പോൾ ഈ ഉമ്മയുടെ മരണമൊക്കെ ബന്ധപ്പെട്ട് ഉമ്മക്ക് മരണം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ 40 ഡേയ്സിൻ്റെ മുന്നേ തന്നെ നമുക്ക് അറിയാമെങ്കിൽ അത് നിർബന്ധമായും വരും. 40 ഡേയ്സിൻ്റെ മുന്നേ റിമൂവ് ചെയ്യൽ നിർബന്ധമായി വരും, അഥവാ റൂഹ് നൽകപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്യൽ. എന്നാൽ അകാരണമായി നമുക്ക് ശർഈയായ ഒരു അനുവദിക്കപ്പെടുന്ന കാരണമായി പറയാൻ പറ്റാത്ത ഏത് കാരണങ്ങൾ കൊണ്ടും ഏത് ഘട്ടത്തിലാണെങ്കിലും, അഥവാ ബിഫോർ 40 ആണെങ്കിലും നീക്കം ചെയ്യൽ നിഷിദ്ധമാണ്. ഉദാഹരണത്തിന് എനിക്ക് കുട്ടികൾ ഇത്ര മതി, ഇനി കുട്ടികൾ വേണ്ട എന്നർത്ഥത്തിൽ റിമൂവ് ചെയ്യാൻ പാടില്ല. അല്ല, ഇനി മറ്റ് ചില പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ചില സ്ത്രീകളിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സ്ത്രീകൾ, ഫോർ എക്സാമ്പിൾ കാർഡിയാക് ഡിസീസ് പോലുള്ള മറ്റുള്ള പ്രശ്നം, അതേപോലെ ക്രോണിക് കിഡ്നി ഡിസീസൊക്കെ ആയിട്ടുള്ള പേഷ്യൻറ്റുകൾ അറിയാതെ തന്നെ അവർ കൺസീവ് ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻറ്റിലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മിക്കവാറും ആ മെറ്റേണൽ മോർട്ടാലിറ്റി കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരത്തെ തന്നെ അത് ടെർമിനേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം ഇതൊരു മെറ്റേണൽ നീട്ടിക്കൊണ്ട് പോയാൽ മെറ്റേണൽ ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ടെർമിനേറ്റ് ചെയ്തുകൂടെ? അതെ, നേരത്തെ ടെർമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തത്, അതിൻ്റെ ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് ആ സ്ത്രീക്ക് അത്തരത്തിലുള്ള കാരണങ്ങൾ, അഥവാ ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയാൽ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അഥവാ പ്രഗ്നൻ്റ് ആവാൻ പറ്റാത്ത ഒരവസ്ഥ ആ സ്ത്രീക്കുണ്ടെങ്കിൽ അവർ ഗർഭം ധരിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അഥവാ ഉണ്ടായിട്ട് കളയുക എന്നുള്ളതിനേക്കാൾ ഗർഭം ധരിക്കാതിരിക്കാനുള്ള റിലയബിൾ ആയിട്ടുള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാർഡിയാക് ഡിസീസ് ഉണ്ട്, അവർക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അവരുടെ പ്രസവം നിർത്തുന്നത് കൊണ്ട് എന്തില്ല,
കുഴപ്പമില്ല. എന്നാൽ അവർക്ക് പ്രസവം തുടരുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അഥവാ മരണം പോലുള്ള ഗുരുതര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു പക്ഷേ പ്രസവം നിർത്തൽ നിർബന്ധമായി വരെ വന്നേക്കാം. അപ്പോൾ പ്രസവം നമുക്ക് പൊതുവെ നിർത്താൻ പാടില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിർത്താം. അതേപോലെ തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാം. അത് സ്വീകരിക്കുന്ന ചിലപ്പോൾ ചില രോഗികൾക്ക് ഒരു പ്രത്യേക സമയത്ത് മാത്രം ഗർഭം ധരിക്കാൻ പാടില്ല എന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവർക്ക് ഗർഭനിരോധന മാർഗം സ്വീകരിക്കാം. ഗർഭനിരോധനത്തിൻ്റെ നിരോധന മാർഗങ്ങളെ കുറിച്ചാണല്ലോ ഇപ്പോൾ അവസാനം സംസാരിച്ചത്. അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുള്ളത് വേറെ ഏതൊക്കെ സാഹചര്യത്തിലാവാം? മുമ്പ് സ്വഹാബികളുടെ കാലത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിന്നിരുന്നോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു. അതെ, മൊത്തത്തിൽ പൊതുവെ ഇസ്ലാം ഗർഭനിരോധന മാർഗത്തിനെതിരാണ് പൊതുവെ. അഥവാ അകാരണമായി ഗർഭനിരോധനം നടത്തുക എന്നുള്ളത് ഒരു ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ ഉണ്ടാകുക എന്നുള്ളതിനാണ് പ്രോത്സാഹിപ്പിച്ചത്. അതിന് പിന്നെ സമൂഹത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സാമ്പത്തിക രംഗത്തും മറ്റു രംഗത്തും സോഷ്യൽ രംഗത്തൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതിന് ഉണ്ട്, മക്കൾ ഉണ്ടാകുന്നതിനുണ്ട്. അപ്പോൾ ഇസ്ലാമികമായി പൊതുവെ ഇസ്ലാമിൻ്റെ പൊതു തത്വം എന്ന നിലക്ക് മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതി. അപ്പോൾ അവിടെ നമ്മൾ പൂർണ്ണമായി അത് ഇല്ലാതാക്കുക എന്നുള്ള സംഗതി ഏതായാലും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ കേസുകൾക്കല്ലാതെ. അപ്പോൾ ആ സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രസവം നിർത്തുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ചില സമയത്ത് ഇപ്പോൾ ഗർഭനിരോധന മാർഗങ്ങൾ അനിവാര്യത എന്ന് നമ്മൾ പറയുന്നില്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാം. ടെമ്പററി കോൺട്രസെപ്ഷൻ ഉപയോഗിക്കാം. മറ്റു ചില സന്ദർഭങ്ങളിൽ പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിനുള്ള അനിവാര്യത വേണം. അപ്പോൾ പെർമനന്റ് ആയിട്ട് നമ്മൾ നിർത്തലാക്കുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ആവുക എന്നുള്ളത് ഒരു ത്രെറ്റനിങ് ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളത് അനുവദിച്ചു കൊടുക്കുന്നുള്ളൂ. ഏത് രീതിയിലുള്ള കോൺട്രസെപ്ഷനാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്? നമുക്ക് ഇസ്ലാമികമായി ഗർഭനിരോധന മാർഗങ്ങൾ, അതിനുള്ള നിബന്ധന, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് ഡോക്ടർമാരാണ്. അപ്പോൾ ആ വിഷയത്തിൽ പിന്നെ ആ ഗർഭനിരോധന മാർഗത്തിന് നമുക്ക് ചില നിബന്ധനകളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സന്താനോൽപാദനത്തെ അത് ഭാവിയിൽ പ്രതികൂലമായി ബാധിക്കാൻ പാടില്ല. ഒന്ന്, അതായത് ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്ന ഗർഭനിരോധന മാർഗം തന്നെ അയാളുടെ സന്താനോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാവാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത് അയാൾക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതാവരുത്. പിന്നെ മൂന്നാമത്തത് അയാൾ ഇത് ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കിത്ര മക്കൾ മതി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആ മക്കളെ എനിക്ക് വളർത്താൻ എനിക്ക് സാധിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അടിസ്ഥാനപരമല്ലാത്ത അങ്ങനെയുള്ള കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയിരിക്കരുത്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള ആ വിഷയത്തിലുള്ള കണ്ടീഷൻ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഡോക്ടേഴ്സാണ്. അതെ, ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അത് സ്വഹാബികളുടെ കാലത്ത് അവർ ഗുഹ്യസ്ഥാനം തെറ്റിക്കുക എന്നുള്ള, അഥവാ പുറത്തേക്ക് കളയുക എന്നുള്ള, അതാണ് ആ മാർഗ്ഗമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അസിൽ എന്നാണ് അതിന് നമ്മൾ പറയുക. കുന്നാൻ അസിലു വൽ ഖുർആൻ യൻസിൽ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അസിൽ ചെയ്യാറുണ്ടായിരുന്നു. അഥവാ എൻ്റെ അർത്ഥം ഖുർആൻ ഞങ്ങളെ വിലക്കിയിട്ടില്ല, വഹി ഇറങ്ങുന്ന കാലത്ത് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ വിലക്കിയിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവർ ഒരുപാട് കാലത്തേക്ക് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, മക്കളുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്നത് അർത്ഥമാക്കുന്നില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തസവ്വജുൽ വദൂദ് അൽ വലൂദ്, അല്ല പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യണം, അഥവാ മക്കളുണ്ടാകുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുക ചെയ്ത്. അപ്പോൾ ആ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ആ സംഗതിക്ക് എതിരായി അവർ പ്രവർത്തിക്കൂല. അപ്പോൾ സ്വാഭാവികമായും അവർ അസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. അപ്പോൾ അതിന് ഒരു ആവശ്യം ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം, അനാവശ്യമായി ചെയ്യാൻ പാടില്ല. സ്പേസിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അത് നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു റീസണബിൾ സ്പേസിങ് 2 വർഷം, മാക്സിമം 3 വർഷം. അപ്പോൾ അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ സിസേറിയന് കഴിഞ്ഞിട്ട് അതിപ്പോ അവർക്ക് അത് ഒരു സിസേറിയൻ കഴിഞ്ഞിട്ട് അടുത്ത കുട്ടി നോർമൽ ആകാൻ വേണ്ടിയിട്ട്
നിസ്കാര മെച്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 2 വർഷം സ്പേസിങ് എന്നുള്ള നിലക്ക്. അപ്പൊ അതൊരു കാരണം എന്താ വെച്ചാൽ അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ആണ്. വീണ്ടും മക്കൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് അവരെന്ത് ചെയ്തത്, ആ സ്പേസിങ്ങിന് പ്രേരിപ്പിച്ചത്. അതേപോലെ മറ്റൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് കോപ്പർട്ടി എന്നുള്ളത്. ഇതിൽ കൂടുതലും ഫെർട്ടിലൈസേഷൻ നടന്നതിൻ്റെ ഇംപ്ലാന്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയും ഇതൊരു 40 ഡേയ്സിന് മുമ്പുള്ളതാണ്. അപ്പോൾ ആ കോൺട്രസെപ്റ്റീവ് മെത്തേഡിനെ എങ്ങനെയാണ് കോപ്പർട്ടി എന്നുള്ള? കോപ്പർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മുസ്ലിമീങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു അറിവ് വന്നിട്ടുള്ളത്. മുമ്പ് കാലത്ത് അവർ ഒട്ടകങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അഥവാ ദീർഘദൂര യാത്രകൾ ഉണ്ടാകുമ്പോൾ പൈപ്പിൽ ചില പ്രത്യേക കല്ലുകൾ അഥവാ കോപ്പർ കണ്ടന്റുള്ള കല്ലുകളായിരിക്കും ഒരു പക്ഷേ അവർ ആ കല്ലുകൾ കെട്ടി യൂട്രസിലേക്ക് പ്രവേശിപ്പിക്കുകയും ഒട്ടകത്തിൻ്റെ യൂട്രസിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ ചിക്താണ്ഡം സൈഗോട്ട് അതിൽ നിൽക്കാതെ പുറത്തേക്ക് വരുന്ന സംഗതിയാണ്. അപ്പോൾ അതിൽ ഒരു വശം വരുന്നുണ്ട്, അഥവാ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 40 ദിവസത്തിൻ്റെ മുന്നേ റിമൂവ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള കാരണങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പർട്ടി യൂസ് ചെയ്യാം. അഥവാ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്പേസിങ്, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അഥവാ ഇപ്പം ഉമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ എന്നാൽ ഈ കോപ്പർട്ടി കുറച്ചൊരു പെർമനന്റ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. ഇപ്പൊ കാരണം ഇപ്പോൾ 10 വർഷം എന്നൊക്കെ പറയും, 10 വർഷം, അപ്പോൾ 10 വർഷം പിന്നെ ഒരു 10 വർഷം പിന്നെ ഒരു 10 വർഷം എന്ന രൂപത്തിൽ ചെയ്യുന്നത് അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുവദിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടവും ബീജവും യോജിച്ചതിന് ശേഷമാണ് ഇത് സ്വാഭാവികമായും ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിക്കാതെ പുറത്തേക്ക് വരികയാണല്ലോ. അതെ, ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യാണ്. അപ്പോൾ അത് ഇസ്ലാമികമായി എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെ. പക്ഷെ അവിടെ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിലൊക്കെ പറയുന്നത്, പണ്ഡിതന്മാർ പൊതുവെ ചർച്ച ചെയ്തപ്പോൾ ഗർഭപാത്രത്തിൽ ഇത് വന്ന് അള്ളിപ്പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മറ്റു നിയമങ്ങൾ തുടങ്ങുന്നത്. അഥവാ അതിന്റെ മുമ്പ് അതിന് പ്രത്യേകിച്ചൊരു നിയമമില്ല എന്ന രൂപത്തിൽ, അഥവാ അന്ന് അവരത് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചും കൂടി സൂക്ഷ്മത എന്ന നിലക്ക് മുസ്ലിം ഡോക്ടർമാർ കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള മാർഗങ്ങൾ ഇത് പരസ്പരം സംയോജിക്കുന്നതിന് മുമ്പ്, അപ്പോൾ അണ്ടവും ബീജവും യോജിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു മുസ്ലിം ഡോക്ടേഴ്സിൻ്റെ ഒരു റിസർച്ച് ചെയ്യേണ്ട അതുപോലെ മേഖലയാണ്. ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇതിന്റെ നിഫാസിന്റെ ഗണത്തിലാണ് വരുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നിഫാസിന്റെ ഗണത്തിൽ വരുന്നത് ഈ കുഞ്ഞിന് ഒരു എന്തെങ്കിലും ഉണ്ടാവണം, അഥവാ പുറത്തേക്ക് വരുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു രൂപമോ വസ്തു ഉണ്ടാവണം. അല്ലെങ്കിൽ നിഫാസിന്റെ ഗണത്തിലല്ല, വെറും നോർമൽ ബ്ലീഡിങ്, പ്രസവരക്തം. അപ്പൊ ഈ പ്രസവരക്തത്തിന്റെ ഗണത്ത് പെടാത്തത് കൊണ്ട് അപ്പൊ മെൻസസ് ആയിട്ട് പരിഗണിക്കൂല, പ്രസവരക്തമായിട്ട് പരിഗണിക്കൂല. അപ്പൊ സ്വാഭാവികമായി നമസ്കാരം ബാധകമായി വരും. അത് നിസ്കരിക്കണം. അപ്പൊ അവിടെ ഉള്ളത് നിസ്കാരം ബാധകമായിരിക്കും. ഓരോ നമസ്കാരത്തിനും അത് കഴുകുകയും അതേപോലെ തന്നെ ഓരോ നമസ്കാരത്തിന് വുദു എടുക്കുകയും ചെയ്യണം. അതേപോലെ കുളിക്കുക എന്നുള്ള നിർബന്ധമല്ല, കുളിക്കുകയാണെങ്കിൽ നല്ലതാണ്, അത്രേ ഉള്ളൂ എന്നാണ് ഷെയ്ഖ് ബിൻ ബാസ് ഒക്കെ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയത്. സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞ സമയത്ത് അവർ സ്വീകരിച്ചിരുന്ന ഒരു സമ്പ്രദായമായി പറഞ്ഞത് അസിൽ എന്ന മെത്തേഡാണ്, അഥവാ കൊയിറ്റസ് ഇൻറ്ററപ്റ്റസ്. അതുപോലെ സ്വീകരിക്കാവുന്ന മറ്റു മാർഗങ്ങൾ ഏതാണ്? അതുപോലെ സ്വീകരിക്കാൻ പറ്റാവുന്നതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കോണ്ടം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് ഈ അസിൽ ഇന്നും സാധാരണക്കാരിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സേഫ് പീരീഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ കലണ്ടർ മെത്തേഡ് എന്ന് പറയും, വേറൊന്ന് കലണ്ടർ മെത്തേഡ് എന്നുള്ള സേഫ് പീരീഡ് നോക്കിയിട്ട് കോയിറ്റസ് ചെയ്യുന്നത്. അത്രത്തോളം അതിൽ ഫെയിലിയർ ചാൻസ് കൂടുതലുണ്ട് എന്ന് മാത്രം. ഈ കോണ്ടം എന്ന് പറയുന്നത് മെയിൽ കോണ്ടംസും ഫീമെയിൽ കോണ്ടംസും രണ്ടും ഒരേപോലെ തന്നെയല്ലേ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം? അതെ, കോപ്പർട്ടി പോലെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ലോങ് ടേം ആയിട്ട് സ്പേസിംഗ് ഒക്കെ വരുമ്പോഴാണ് കോപ്പർട്ടി കൂടുതൽ പ്രിഫർ ചെയ്യുക. പക്ഷെ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ്, എല്ലാത്തിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോപ്പർട്ടി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാക്കാം, അതല്ലാതെ പിന്നെ എക്ടോപിക് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അത് എല്ലാത്തിനും അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും. അങ്ങനെ കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്ന സംഗതികളാകുമ്പോൾ അതിൻ്റെ മറ്റു മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ അതൊരു ഇസ്ലാമികപരമായി നോക്കുമ്പോൾ
ഇപ്പോൾ കോപ്പർട്ടി പോലെയുള്ള സംഗതികളാണ് ഇന്ന് കൂടുതൽ ഒരു ആളുകൾ റിലയബിൾ കോൺട്രസെപ്റ്റീവ് പിൽസ്. അതെ, അതിനും അതിൻ്റെതായ മറ്റ് ദൂഷ്യഫലങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിൻ്റെ ഈ ദൂഷ്യഫലങ്ങൾ ഇവരെ ആ രൂപത്തിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്യാത്ത മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല മാർഗ്ഗങ്ങൾ ഇസ്ലാമികപരമായിട്ട് നമുക്ക് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ കോണ്ടം പോലെയുള്ള സംഗതികളായിരിക്കാം. അഥവാ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ്, അതേപോലെ ബ്ലീഡിങ്, ഒരുപാട് ബ്ലീഡിങ്ങിനൊക്കെ ഇപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി പോലുള്ള സംഗതികളൊക്കെ ഉണ്ടാവാൻ ഇത് കാരണമാണല്ലോ. അപ്പോൾ അത് ഈ മാർഗ്ഗങ്ങളൊക്കെ മറ്റു മാർഗ്ഗങ്ങൾ ഡോക്ടേഴ്സ് ചിന്തിക്കണം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും വേണം ഒരു ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ ഗർഭഛിദ്രം എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവെ ജനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ടായി. ഇനി ഇത് നടപ്പാക്കുന്ന ഈ ഡോക്ടർ സമൂഹത്തിനോട് താങ്കൾക്ക് പറയാൻ എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടോ ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ? തീർച്ചയായിട്ടും ഡോക്ടർമാരോട് സുപ്രധാനമായി പറയാനുള്ളത്, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഈ ജീവിതം ഒരിക്കലും ശാശ്വതമായ ജീവിതമല്ല. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പക്കലേക്ക് മടങ്ങുവാനുള്ളവരാണ്. സ്വാഭാവികമായും നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ. ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ വളരെയധികം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ ജോലി ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇന്ന് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയും ഇസ്ലാം അതിനെക്കുറിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരിക്കൽ ജൂതൻ വന്നുകൊണ്ട് ചോദിക്കുക, അല്ലമക്കും നബിയുക്കും ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ പോലും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, അജൽ അല്ലമന റസൂലുള്ളാഹ്, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. അത് ഓരോ മര്യാദകൾ അദ്ദേഹം എണ്ണി പറയാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളും പഠിപ്പിക്കപ്പെട്ട ഒരു മതമാണത്. അപ്പോൾ ഒരു മുസ്ലിം ഡോക്ടർ എന്ന നിലക്ക് വളരെയധികം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യേണ്ട ഒരു മേഖലയാണ് മെഡിക്കൽ മേഖല എന്നുള്ളത്. മനുഷ്യൻ ശരീരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. കാരണം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പം ആളുകളുടെ ഇടയിൽ വളരെ വ്യാപകമായി നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ഗർഭഛിദ്രം ചെയ്യുക, അതേപോലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആ രോഗികളെ അതിനെതിരെ ബോധവൽക്കരിക്കുവാൻ ഈ ഡോക്ടേഴ്സിന് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ ഡോക്ടർമാർ ഭാഗവാക്കാകുമ്പോൾ അവർ കൂടി കുറ്റക്കാരാകുകയാണ് എന്നുള്ള വസ്തുതയും അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം രോഗികളെ ബോധവൽക്കരിക്കുകയും മാത്രമല്ല എപ്പോഴും ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗികളോട് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, രോഗത്തെ ചികിത്സിക്കുന്നവനാണ് ഡോക്ടർ, പക്ഷേ അതിന് ഷിഫ നൽകുന്നത് അള്ളാഹുവാണ്. അഥവാ ഈ തവക്കുൽ എന്നുള്ള വിശ്വാസം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും ഡോക്ടർക്ക് തന്നെയാണ്. കാരണം പലപ്പോഴും രോഗികൾ വരുമ്പോൾ ഇന്ന ഡോക്ടറെ അടുത്ത് ചെന്നാൽ എന്തായാലും എനിക്ക് രോഗം മാറും എന്നുള്ളൊരു ടെൻഡൻസിയിലായിരിക്കും പലപ്പോഴും രോഗികൾ വരിക. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തേണ്ടത്, രോഗങ്ങൾ നൽകുന്നവൻ അള്ളാഹുവാണ്, അവൻ തന്നെയാണ് രോഗങ്ങൾ ശമിപ്പിക്കുന്നവൻ. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി തൗഫീക്ക് നൽകിയിട്ടുള്ള മാർഗങ്ങൾ ഞങ്ങൾ ചെയ്തു നോക്കുന്നു എന്നേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ക്ഷമിക്കുവാൻ, അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു ഡോക്ടർക്ക് ഒരു രോഗിക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. മെഡിക്കൽ പരമായി ഒരുപാട് ഗവേഷണങ്ങൾ ഇസ്ലാമികപരമായും മെഡിക്കലി രണ്ടും കൂടെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മെഡിക്കൽ രംഗത്ത് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവരെന്നുള്ള നിലക്ക് സ്വാഭാവികമായും അത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുകയും അത്തരം പഠനങ്ങൾ ആളുകൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ രൂപത്തിൽ ലഭ്യമാകുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ പഠനങ്ങൾ വരേണ്ടതുണ്ട്. ഇതാണ് ഡോക്ടർമാരോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളുടെ ഈ അമൽ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ പ്രതിഫലം നമുക്ക് ഏവർക്കും രേഖപ്പെടുത്തുമാറാകട്ടെ. കൂടുതൽ ഇതുപോലെയുള്ള പഠനങ്ങൾ നടത്തുവാനും വളരെ വ്യവസ്ഥാപിതമായും വസ്തുതാപരമായും ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുവാനും
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാണ്. നമ്മൾ ജീവൻ സംരക്ഷിക്കേണ്ടവരാണ്, ജീവൻ ഹനിക്കേണ്ടവരല്ല എന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് ലഭിച്ചത്. ഇതിന് നമുക്ക് തൗഫീക്ക് ഏകിയ അള്ളാഹുവിന് സർവസ്തുതി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ സംവിധാനം ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന അൽമാസ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇവിടെ ഒരു പുതിയ സംരംഭത്തിന് നാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. വൈദ്യശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളെ ഇസ്ലാമികമായ രീതിയിൽ വിശകലനം ചെയ്യുന്ന ഇൻ ദി ഷെയ്ഡ് മെഡിക്കൽ ഡെസ്ക് കൂടുതൽ വിഷയങ്ങളുമായി നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ.